നമസ്കാരം. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചാനൽ 2-ൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കോടഞ്ചേരിയിലാണ്. കോടഞ്ചേരി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടഞ്ചേരിയുടെ മുന്നിലാണ്. ഇവിടെ 1-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി എന്നീ ദിവസങ്ങളിൽ താമരശ്ശേരി ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് ഈ വർഷത്തെ. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്നത് 5-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് പല വേദികൾ സജ്ജമാക്കിയിട്ടുണ്ട്. വേദികളിലൂടെ കഠിനമായിട്ടുള്ള കടുത്തേറിയ മത്സരങ്ങൾ നടക്കുന്നു. ഒരുപാട് മത്സരങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാനുണ്ട്. നമുക്ക് ഈ സ്കൂൾ അങ്കണത്തിൽ വേദിയിൽ നടക്കുന്ന പരിപാടികൾ പരിചയപ്പെടാം. വരും. താമരശ്ശേരി ഉപജില്ലാ കലോത്സവം നടക്കുന്ന കോടഞ്ചേരിയിലെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിലും അതേപോലെ തന്നെ സ്കൂൾ അങ്കണത്തിലും ഒരുപാട് വേദികളുണ്ട്. വേദികളിലെ കലാമത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ കലാമത്സരത്തിൻ്റെ സമാപന ചടങ്ങുകളിലേക്ക്. നമുക്ക് കലോത്സവം നടക്കുന്ന വേദികളിലേക്ക് ഒന്ന് കണ്ണോടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ട്രോഫി കമ്മിറ്റി ചേരുന്നുണ്ട്. ട്രോഫി കമ്മിറ്റിയിലെ കൺവീനറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാറിൻ്റെ പേര് പ്രസാദ്. പേര് വാസു. ഷാബു. ഭാർഗവൻ. പല സ്കൂളുകളും ചേർന്നിട്ടാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അല്ലേ? ട്രോഫി കമ്മിറ്റി അതാണോ ചെയ്യാറ് സാധാരണ? എങ്ങനെയാണ് ഈ ട്രോഫി കമ്മിറ്റി രൂപീകരിക്കുന്നത്? എങ്ങനെയാണ്? എല്ലാ സ്കൂളുകളും പല സ്കൂളുകളും താമരശ്ശേരി ഉപജില്ലയിലെ പല സ്കൂളുകളും ചേർന്നിട്ടാണോ? അല്ല, അത് കമ്മിറ്റികൾ ഓരോ സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. അതിൽ അധ്യാപക സംഘടനകളാണ്. അതിൽ നമ്മൾ ഇത് ഏറ്റെടുത്ത NTU നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ, ആ സംഘടനയാണ് ഈ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തത്. മാഷാണ് അതിൻ്റെ കൺവീനറായിട്ട് ചുമതലപ്പെട്ടത്. സാർ, ഈ ഒരു കമ്മിറ്റിയിലേക്ക് ഒരു ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് ടെൻഷനുള്ളൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപിക്കുന്ന സമയത്ത് ഈ ട്രോഫികൾ കൈകാര്യം ചെയ്യുക, പിന്നെ ഓരോ സെക്ഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇവരെ പോലുള്ള 3 പേര്, ഇവരോടൊപ്പം സഹായിക്കുന്ന കുറച്ച് പേര് നിങ്ങളോട് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ കുറഞ്ഞു കിട്ടും അല്ലേ? എങ്ങനെയായിരുന്നു? ഉത്തരവാദിത്തം വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണെന്ന് അറിയാം. എങ്ങനെയാണ് നിങ്ങളത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തത്? അത് നമ്മൾക്ക് ഇപ്പോൾ ഉപജില്ലയിലുള്ള മൊത്തം ഐറ്റംസിന്റെ നേരത്തെ തന്നെ ലിസ്റ്റ് എടുക്കും. അപ്പോൾ ഇത്ര തന്നെ ഓവറോൾ LP, UP, HS, ഹയർ സെക്കൻഡറി. അപ്പോൾ നേരത്തെ തന്നെ കുറേ ട്രോഫികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് റണ്ണറപ്പ് വരെയുള്ള ട്രോഫികളുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ കുറച്ച് പുതിയ ട്രോഫികൾ 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടി ട്രോഫികൾ റെഡിയാക്കുന്നുണ്ട്. ഇപ്രാവശ്യം 3-ാം സ്ഥാനക്കാർക്ക് ട്രോഫി ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്രാവശ്യം നമുക്ക് ട്രോഫി സ്പോൺസേഴ്സ് ഉണ്ട്. പല സംഘടനകളാണോ അതോ താമരശ്ശേരിക്കുള്ള ചില വ്യവസായ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സ്പോൺസർ? മാത്രമല്ല ഈ അവസാന സമയങ്ങളിലായിരിക്കാം. കാരണം നിങ്ങളെ അത്യാവശ്യമായിട്ട് ദൗത്യം ഏൽപ്പിച്ച ഒരു കാര്യം നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു സമയം അവസാന സമയത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം വരെ നിങ്ങളെ ടെൻഷൻ എത്ര ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇതുവരെ ഒരു മീഡിയ ചിലപ്പോൾ ഒരു പക്ഷേ ഓടിച്ചെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ടാവില്ല ഫസ്റ്റ് അല്ലേ? ഞാനിപ്പോൾ വന്ന സമയത്ത് ആദ്യം കണ്ടത് ഈ ഒരു ട്രോഫി തിളങ്ങി നിൽക്കുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു ട്രോഫി കൈകാര്യം ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. മാത്രമല്ല ഒരു കലാമത്സരം, ഒരു കലാമാമാങ്കം നടക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഒരു ട്രോഫിയിലൂടെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിനും അവർക്ക് സ്കൂളുകൾക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആ ഒരു സ്നേഹവും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കുട്ടികൾ ചിലപ്പോൾ നിങ്ങളെ കൂടെ കാണുന്നുണ്ടാവുമായിരിക്കും. എന്നിരുന്നാലും ശരി, ഈ ഒരു സ്കൂളിൽ എത്ര വേദികൾ ഉണ്ട് സാർ? വേദികൾ 8 വേദികളിലായിട്ടാണ് നടക്കുന്നത്. ഇന്നത്തെ ദിവസം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇതിന്റെ മൊത്തത്തിൽ ഓവറോൾ റിസൾട്ട് ഒക്കെ തന്നെ നമുക്ക് ലേറ്റ് നൈറ്റോടുകൂടി എത്തും. അതിനുശേഷമാണ് അവർക്കുള്ള ട്രോഫികളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുക. അതിനും പോലെ സമാപന സമ്മേളനത്തിലാണ് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ച ഇനങ്ങളിലുള്ള ട്രോഫികൾ നമ്മൾ അതിലൊരു ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് അതിലാണ് നമ്മൾ ട്രോഫി വിതരണം നടത്തുക. ബാക്കി അപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ നിന്നാണ് നിങ്ങളെ കൂടുതൽ ഡിസ്കഷനൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? എനിവേ വളരെ സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ ഒരു മീഡിയാസ് ഇവിടെ വന്ന സമയത്ത് ആ ട്രോഫി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മനസ്സിലൊരു തിളക്കം. കാരണം കുട്ടികൾക്ക് നൽകാവുന്ന ഒരു ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. ഏതായാലും ഇപ്രാവശ്യം ആരാണ് ഏത് സ്കൂളാണ് പിന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകാമെന്നും കലാതിലകം കലാപ്രതിഭ അങ്ങനെയില്ലേ ഒരു സെക്ഷനിൽ കലാതിലകം ഇപ്രാവശ്യം പുതിയ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല,
ഇപ്രാവശ്യം ഒന്നുമില്ല. കാരണം ട്രൈബലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം ഇല്ല. ഏതായാലും സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. നമ്മൾ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മുൻകാലങ്ങളിലെ ഈ സ്കൂൾ കലാജീവിതങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കലാപ്രതിഭകളും കലാതിലകങ്ങളും ഈ പരിപാടികൾ എപ്പോഴും കലാമത്സരങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പം ഇന്ന് യാദൃശ്ചികമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് എഫ്സോണിലെ കലാതിലകമായിട്ടുള്ള തീർത്ഥയാണ്. തീർത്ഥയുടെ അനുഭവങ്ങൾ, കാരണം എന്താ വെച്ചാൽ തീർത്ഥ കുഞ്ഞു കാലങ്ങളിൽ സ്കൂൾ തലങ്ങളിലൊക്കെ പോകുന്ന മത്സരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് നമ്മൾ സ്കൂളുകളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഇപ്പോഴും ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മളെ നൊസ്റ്റാൾജി ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ സബ് ജില്ലാ കലോത്സവത്തിൽ വരാൻ തുടങ്ങിയ വർഷം തൊട്ട് കോടഞ്ചേരി ഇവിടെ ആയിരുന്നു സബ് ജില്ല തുടങ്ങി. എന്റെ ഫസ്റ്റ് സബ് ജില്ലയും ഇവിടെയായിരുന്നു പഠിച്ചത്? അല്ലല്ല, ഞാൻ വേറെ പഠിച്ചത് താമരശ്ശേരി ആയിരുന്നു. ഞാൻ സബ് ജില്ലാ കലോത്സവത്തിൽ വരാൻ തുടങ്ങിയതിനു ശേഷം എന്റെ ഫസ്റ്റ് സബ് ജില്ലയും ലാസ്റ്റ് സബ് ജില്ലയും നടന്ന സ്ഥലമാണ് ഇത്. അപ്പൊ ഇവിടെ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ പരിപാടി കാണുമ്പോൾ എനിക്ക് ഞാൻ കളിച്ച സ്റ്റേജ്, ഞാൻ കളിച്ച പരിപാടി അതൊക്കെ തന്നെയായിരുന്നു ഇങ്ങനെ ഓർമ്മ. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെന്റ് ജോസഫ് സ്കൂളിൽ 8 സ്റ്റേജുകളുണ്ട്. എല്ലാ സ്റ്റേജുകളും പോയോ? ഇല്ല, എല്ലാ സ്റ്റേജും പോയിട്ടില്ല. ഡാൻസ് നടക്കുന്ന എല്ലാ സ്റ്റേജിലും. തീർത്ഥ ഏത് ഐറ്റത്തിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേഷൻ? ഞാന് ഫോക്ക്, കുച്ചിപ്പുടി, കേരള നടനം. അപ്പൊ ഈ 3 ഭാഗങ്ങളിൽ പങ്കെടുത്താണ് ആയതുകൊണ്ടായിരിക്കാണോ കലാതിലകമായിട്ട്? കലാതിലകം എനിക്ക് 5 ഐറ്റം ഉണ്ടായിരുന്നു. ഫോക്ക്, തിരുവാതിര, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം. നമ്മളെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ എല്ലാവരും അവരുടെ 100% കൊടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ഒരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു നമ്മളെ കുട്ടികളോടൊപ്പം ചേരുന്ന, അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞ ഒരു കുട്ടി മനസ്സായിരിക്കണം. അപ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത്, സ്റ്റേജുകളിൽ പെർഫോമൻസ് കാണുന്ന സമയത്ത് നമുക്കും അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്ന് ചെയ്തിരുന്നു എങ്കിൽ എന്നും കൂടി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ സ്കൂൾ വേദികളിൽ പങ്കെടുത്തില്ല? ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ സബ് ജില്ലാ കലോത്സവങ്ങളിലെല്ലാം ഡാൻസ് ഐറ്റംസിന് പോകാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രചോദനമായിട്ട് തന്നെയാണ് മോളെ പിന്നിലേക്കൊക്കെ വിട്ടു തുടങ്ങിയത്. അതുപോലെ ഇപ്പം ഞാൻ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഇപ്പം ഞാൻ വന്ന് കലോത്സവങ്ങൾ കാണുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ മോളുണ്ടായിരുന്നു, അപ്പം ഭയങ്കര ടെൻഷനായിരിക്കും നമുക്ക് ഓരോ ടൈമിലും. പക്ഷെ ഇപ്പം ടെൻഷൻ ഫ്രീ ആയിട്ട് കാണുമ്പോഴാണ് ശരിക്കും ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുള്ള പാകപ്പിഴകളൊക്കെ നമുക്ക് അവരത് മേക്കപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളത് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ള തോന്നലും ഇന്നത്തെ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവർ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു സാധനം മനസ്സിൽ വെച്ച്, ഇപ്പം ഒരു നൃത്തം ചെയ്യുന്ന ഒരാള് ഒരു എന്താ പറയുക, ഒരു ഐറ്റം അല്ലെങ്കിൽ എന്തായാലും പറയാ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു മൂവ്മെന്റ്സില്ലേ, ആ മൂവ്മെന്റ് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്തിരുന്നെങ്കിൽ അവര് കളിക്കുന്ന അനുസരിച്ച് നമുക്കും അത് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. എനിവേ വളരെ സന്തോഷം പരിചയപ്പെട്ടില്ല. നമ്മൾ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു. താമരശ്ശേരി കോരങ്ങാട് സ്കൂളിലെ PTA പ്രസിഡന്റ് അഷർക്ക നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് കല? താമരശ്ശേരി സബ് ജില്ലാ കലോത്സവം കോടഞ്ചേരി വെച്ചാണ് ഈ വർഷം നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. വളരെ നന്നായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെയാണെന്നൊക്കെ നല്ല രീതിയിലാണ് അതിനെ റെസ്പോണ്ട് ചെയ്തുകൊടുക്കുന്നത്. പിന്നെ അതായത് പരിപാടി സ്റ്റേജും സൗകര്യം കുറച്ചുകൂടിയൊക്കെ സൗകര്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. മലയോര മേഖല ആണല്ലോ. ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം കലോത്സവമൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇവിടെ കുറച്ചുകൂടി ഒരു സ്വീകാര്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പരിപാടി വളരെ നന്നായിട്ടാണ് പോകുന്നത് മനസ്സിലാക്കി. എന്തിനായാലും നമ്മളെപ്പോഴും ഒരു ചെറുപ്പമായ ഒരു കുട്ടിയായി മാറുകയാണ് ഈ കലാപരിപാടികളൊക്കെ കാണുന്ന സമയത്ത്. തീർച്ചയായിട്ടും
അന്നത്തെ കാലഘട്ടങ്ങളിൽ അഷ്റഫ് കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ ഒപ്പനക്ക് അതുപോലെ തന്നെ മറ്റ് കലാപരിപാടിയിലൊക്കെ നിരന്തരം പങ്കെടുത്തതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച സമയം വരെ സ്കൂൾ കലോത്സവത്തിൽ നിരന്തരം പങ്കെടുത്ത ഒരാളാണ്. ഇതിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം നമ്മളാക്കി ഈ കലാരംഗത്തുള്ള പ്രവർത്തനവും നമ്മളെ സ്കൂളിലെ ഇടപെടലും ഒക്കെ തന്നെയാണ് സ്കൂൾ രംഗത്ത് പിന്നീട് നമുക്ക് ഇതുപോലുള്ള കലാപരിപാടികൾക്ക് പ്രോത്സാഹിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായി പിന്തുണ കൊടുക്കാനൊക്കെ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. എന്തിനായാലും അഷ്റഫ് നമ്മളോടൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. അഷ്റഫ് നമ്മൾ വീണ്ടും കാണും. എനിക്ക് തോന്നുന്നത് ബിജുവേട്ടനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അഷ്റഫ് പറഞ്ഞപ്പോഴാണ് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലായത്. അഷ്റഫ് പറഞ്ഞതിലൊരു സത്യം, കാരണം എന്താ വെച്ചാൽ മലയോര മേഖലയിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് എല്ലാവർക്കും ഒന്ന് എത്തിപ്പെടാനും പിന്നെ ഒരുപാട് സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ കുറച്ചും കൂടി ഒരു വിപുലമായിട്ട് സ്റ്റേജുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലെ ഗ്രൗണ്ടുകളിലും ചെയ്തിട്ടുണ്ട്. ഈ വേദികളിലേക്ക് ഓടി നടക്കാനൊക്കെ കുട്ടികൾക്ക് എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ പേരൻസിൽ നിന്നും വേറെ സ്കൂളുകളിലേക്ക് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം ഇതുവരെയായിട്ട്. ബിജുവേട്ടൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ ഈ ഉപജില്ലാ കലോത്സവം എങ്ങനെയായിരുന്നു? അല്ല, കലോത്സവം ആരേറ്റെടുത്ത് നടത്തി കഴിഞ്ഞാലും കുറെ പരിമിതികളുണ്ട്. നമുക്ക് ഒരു 3 ദിവസം തുടർച്ചയായി നടത്തേണ്ട കലോത്സവം 2 ദിവസത്തേക്ക് ഒതുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും അനുഭവപ്പെടും. അതിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെഡ്യൂൾ അനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അത് സംഘാടകരെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ അത് ചെയ്യാൻ പറ്റും. അപ്പം ദീർഘനേരം കുട്ടികൾ മേക്കപ്പ് ഇട്ട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് ഞാനീ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ അതൊക്കെ നമ്മളൊരു കലേൻ്റെ സ്പിരിറ്റാക്കി എടുത്താൽ മതി. പൊതുവേ കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ കുട്ടികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട സമയമാണിത്. കാരണം അവർ ആ രംഗത്തു നിന്നൊക്കെ വഴിമാറി മറ്റു മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ കലയ്ക്കായാലും കായിക ഇനങ്ങൾക്കായാലും നല്ല പ്രാധാന്യം കൊടുക്കണം. അത് ഈ കലോത്സവത്തിൽ നന്നായിട്ടുണ്ട്. സംഘാടനവും മികച്ച സംഘാടനവും നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ എവിടെ നടത്തിയാലും സാധിക്കും. പരിമിതികൾ ഒരുപാടുണ്ടാവും. വളരെ സന്തോഷം. താങ്ക് യു അശോക. ഓക്കെ, നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് അഷ്റഫ് കോരങ്ങാട്, അതേപോലെ തന്നെ ബിജു, വൈസ് പ്രസിഡന്റ് ബിജു ആണ് നമ്മളോടൊപ്പം ചേർന്നത്. കലോത്സവ മത്സരങ്ങളിൽ എപ്പോഴും അതിൻ്റെതായിട്ടുള്ള മികവ് പുലർത്തിക്കൊണ്ടിരുന്നു. ഈ പ്രാവശ്യത്തെ ഉപജില്ലാ കലോത്സവം വളരെ ശാന്തമായിട്ടും വളരെ പ്രഗത്ഭമായിട്ടുമാണ് എന്നാണ് PTA പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാഴ്ചപ്പാടുകൾ. വേദികളിൽ പല മത്സരങ്ങൾ നടക്കുന്നു. വേദിയിൽ മത്സരം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ അതേപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കൊച്ചു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. നാടോടി നൃത്തം വേദിയിൽ നടക്കുന്നുണ്ട്. നടക്കുന്ന കൂട്ടത്തിൽ ഒരു നാടോടി നൃത്തത്തിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് റന ഫാത്തിമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റന, എങ്ങനെയുണ്ടായിരുന്നു? ഒരു സെൽഫ് പെർഫോമൻസിനെ കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ഈ കണ്ട കഴിഞ്ഞ നാടോടി നൃത്തങ്ങളൊക്കെ കണ്ടിരുന്നു? ഇല്ല, മേക്കപ്പിലായിരുന്നു. കളിച്ചിട്ട് നമുക്ക് മത്സരത്തിൽ കളിച്ചിട്ട് നമുക്ക് സമ്മാനം ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 7ാം ക്ലാസ്സിൽ. അധ്യാപകനാരാ പഠിപ്പിച്ച നാടോടി നൃത്തം പഠിപ്പിച്ച അധ്യാപകൻ? സ്വയം പഠിച്ചാണ്. അപ്പൊ നമ്മള് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്? യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതേ പിന്നെ ആവർത്തനം ഈ പാട്ടുകളില് മറ്റ് കോമ്പറ്റീഷനിൽ പിന്നെ നൃത്തം ചെയ്യുന്ന കുട്ടികൾ, നാടോടി നൃത്തം ചെയ്യുന്ന കുട്ടികളുടെ അതേ പാട്ട് തന്നെ നമ്മൾ എടുക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കോമ്പറ്റീഷനിൽ എന്തൊക്കെ വേണ്ടാന്നും എന്തൊക്കെ വേണം എന്നുള്ള അങ്ങനെ ഒരു ചാർട്ട് ടീച്ചേഴ്സ് ഇട്ടെന്ന് എങ്ങനെ ചെയ്യാൻ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ കളിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടാൻ പാടില്ല, മൂവ്മെന്റ് പാടില്ല, ചിരിക്കാനൊക്കെ ചെയ്യാം. ചിരിക്കാൻ അഭിനയം വേണം. അപ്പൊ വീട്ടില് എല്ലാരും സപ്പോർട്ട്, ഉമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു? അവരാണ് ഈ കോസ്റ്റ്യൂം എടുക്കാനും അവര് മേക്കപ്പ് ഒക്കെ ഇടാൻ വേണ്ടി സഹായിച്ചത്. മേക്കപ്പ് ആര് ചെയ്ത് അവിടെ ടോട്ടൽ ചെയ്യുന്നതാണോ സ്കൂളിൽ എല്ലാരും കൂടി ചെയ്യുന്നത്? ഓക്കെ, സന്തോഷം ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. നമ്മൾ വീണ്ടും കാണും. ഓക്കെ. ചമൽ നിർമ്മല LP സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജില്ലയിൽ ഇവര് കലോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, ജില്ലയിലേക്ക്, ഉപജില്ലയിൽ നിന്ന്. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കണ്ടേ? എന്ത് ഐറ്റമാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? അറബി പദ്യം, അതായത് ഗ്രൂപ്പ് ആണോ? 3 അറബി പദ്യത്തിൽ അല്ലെ ജില്ലയിലേക്ക് തെരഞ്ഞെടുത്തു. നിങ്ങൾ ഗ്രൂപ്പായിട്ട് വെറുതെ സ്കൂളിൽ ഈ യൂണിഫോം ഒക്കെ ആയിട്ട് ഒന്നിച്ചു വന്നാണോ? ദേശഭക്തി ഗാനത്തിന് കഴിഞ്ഞില്ലല്ലോ? ഇല്ല. അപ്പൊ ദേശഭക്തി ഗാനത്തിനും കൂടി തയ്യാറെടുത്തിട്ടാണ് നിർമ്മല സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നത്. അറബി പദ്യം ചൊല്ലിൽ നിന്ന് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം കുറച്ചു നേരം സംസാരിക്കും. പേര് പറഞ്ഞേ?
രണ്ടുപേരും അറബി പദ്യം ചൊല്ലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. تبكي السماء هل لكم من عاهدي قد أمطرت من سحبها كالأرمدي كادت أرالي نفسها في مشكلي لا تجعل العيش حياة الفاسدين في هذه الدنيا لكل دهشة لا تنهدع لا تقربوا للمشهد يا أصدقائي لا حياة المسكرين إلا كعيش الأرض للمستعبدين يا مدمن يعرف حشاك يدنئ اخضر على الكهول يا مكيدي افهم صحابي ليس إضمان الكهول خف يا أخي تدمر طول الأمد. അടിപൊളി. ഒരു കൈയോട് കൊടുത്ത എല്ലാ കുട്ടികൾക്ക് അടിപൊളി. അപ്പം ഇനി നിങ്ങൾ ദേശഭക്തി ഗാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ? ദേശഭക്തി ഗാനത്തിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഇനി ദേശഭക്തി ഗാനത്തിലും കൂടി ഇവർ ജില്ലയിലേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ബെസ്റ്റ് തന്നെ നമുക്കൊരു ബെസ്റ്റ് ആക്ടർ ഉണ്ട് കേട്ടോ. എത്ര ക്ലാസ് പഠിക്കണേ? 7 നിർമ്മലയില്. അവിടെ ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ട്, രണ്ടുപേരും ഉണ്ട് അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പം ബെസ്റ്റ് ആക്ടറാണ്, മികച്ച നടൻ. എന്താ കാണുന്നത്? ഏതാ നാടകത്തിന്റെ പേരെന്താ? ഒരു പളങ്കൂസൻ സ്വർണ്ണകഥ. ഒരു എന്താ പഴഞ്ചൂസിന്റെയോ? മണ്ടൂസൻ സ്വർണ്ണകഥ. പഴഞ്ചൂസൻ ഞാൻ കേൾക്കണെന്ന് വെച്ചാല് ഒരു പഴഞ്ചൂസിന്റെ സ്വർണ്ണകഥ എന്നൊക്കെ ഞാൻ കേൾക്കണേ. എന്ത് ചെയ്യും നോക്കണം. എന്തായാലും മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തു. അവിടെ നടി ആരാ? നടി ഇല്ലേ? ഉണ്ട്, ഇവിടെ ഇല്ല. ഓള് ചോറിനാൻ പോയോ? ഓള് ആടെയുണ്ട്. ഏതായാലും നിങ്ങൾ പഠിപ്പിച്ച മാഷ സാറിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. നാടകം പഠിപ്പിച്ച അശ്വതി ടീച്ചറാണോ പഠിപ്പിച്ചത്? നാടകം നന്നായി. എത്ര ദിവസത്തെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു? കുറെ ദിവസം റിഹേഴ്സൽ എടുത്തോ? നിങ്ങൾ നാടകത്തിൽ എത്ര പേരുണ്ട്? 6 ആളുണ്ട്. പേരൊന്നും കൂടി. മോന്റെ പേരെന്താ? അഭിമന്യു ശരിക്കും എവിടെയാ താമസിക്കുന്നത്? ഞാൻ കേട്ടത് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ്. സത്യമാണോ? സത്യമാണ്. ഏത് സിനിമയിലാ? വാഴ 2 അഭിനയിച്ചോ? വാഴ 2 അഭിനയിച്ചിട്ടുള്ള ഒരു താരം. അത് പിന്നെ എങ്ങനെയാ ഒരിക്കലും പിന്നെ മികച്ച നടനാവാതിരിക്കൂലല്ലോ. വാഴ 2 ഒരു നല്ല വേഷമാണല്ലേ? അതിന് ക്യാരക്ടറിന്റെ പേരുണ്ടോ? കഥാപാത്രത്തിന്റെ പേരുണ്ടോ? ആഷിർ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ഈ മികച്ച നടന്റെ ഇന്റർവ്യൂ കാണണം. തീർച്ചയായിട്ടും വാഴ 2 ഇദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രത്തിന് ജന്മം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ പ്രേക്ഷകരെ എല്ലാവരും കാണും. ഒരു മികച്ച നടൻ ഒരിക്കൽ ഇനി ഭാവിയിലെ ഒരു മികച്ച ഉന്നതിയിലുള്ള ഒരു നടനായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥന. ഓക്കെ അഭിമന്യു, താങ്ക് യു. ഉപജില്ലാ കലോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നാടോടി നൃത്തം, അതേപോലെ തന്നെ മറ്റ് നൃത്ത ഇതര പരിപാടികളൊക്കെ. അപ്പം അതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഒരു മേക്കപ്പാണ്. അതായത് ചമയം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ താമരശ്ശേരിയിലുള്ള ആളുകൾ എപ്പോഴും മനസ്സിലോടി വരുന്നത് ദീപുവേട്ടനെ കുറിച്ച്. ദീപുവേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യവും ദീപുവേട്ടനെ തന്നെയാണ് എന്നുള്ളതാണ്. ദീപേട്ട ഈ വർഷം നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ ദീപേട്ടൻ എന്താ പറയുക, സമയബന്ധിതമായിട്ടുള്ള ഒരുപാട് തിരക്കിലാണെന്ന് അറിയാം. എന്താണ് ഉപജില്ലാ കലോത്സവത്തിന് പൊതുവെ ഒരു മേക്കപ്പിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്? നമസ്കാരം, ഞാൻ ദീപു തൃശ്ശൂർ. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സബ് ജില്ലകളും ഒരേ സമയത്താണ്.
കോഴിക്കോട് തന്നെ 6 7 സബ് ജില്ലകളുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇന്നലെ ചേവാർ സബ് ജില്ലയായിരുന്നു. അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നത്. ഈ കുട്ടികളെ ഞാൻ വർഷങ്ങളായിട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ്, സ്കൂൾ മുതൽ സ്റ്റേറ്റ് വരെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ ഒരാളെ വയ്ക്കാൻ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മറ്റുള്ള സബ് ജില്ലകളൊക്കെ മാറ്റിവെച്ച്, തൃശ്ശൂരത്തൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ദീപോട്ടന് കീഴിൽ ഒരുപാട് മേക്കപ്പ് മാൻ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയാം. ചില സ്കൂളുകൾ അല്ലെങ്കിൽ ചില ജില്ലകൾ നിർബന്ധമായിട്ട് ദിബുവേട്ടൻ തന്നെ വേണം എന്നുള്ളത് പറയാറുണ്ട്. അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയാം. എങ്ങനെ നിങ്ങളതൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും? അത് മാക്സിമം ഞാൻ എല്ലാ ജില്ലയിലും ഞാൻ തന്നെ ഓടിയെത്തും. അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ. അത് ഏകദേശം ഞാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന പോലെ, ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന പാരൻസ് ഉള്ളവരെ ആണെങ്കിൽ അവരും കൂടി അംഗീകരിക്കണമല്ലോ, മാഷന്മാരെ അംഗീകരിക്കണം. അപ്പം ഞാൻ വേറെ ആൾക്കാരെ സജസ്റ്റ് ചെയ്യും, അവരെ ഞാൻ പറഞ്ഞയക്കും, എൻ്റെ റിസ്കിൽ ഞാൻ പറഞ്ഞയക്കും. അല്ല, ഒരു ഇതൊക്കെ ഞാൻ തന്നെ ഓടിയെത്തും. ഇവിടെ ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയത് പിന്നെ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് ഐറ്റത്തിലായിരിക്കും അല്ലേ? മേക്കപ്പിൻ്റെ ഒരു ടഫ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ ഗ്രൂപ്പുകളിൽ ഓരോ എന്താ പറയുക, അതിന് ഓരോ ദൈവത്തിൻ്റെയും നാഗത്തിൻ്റെയും കഥാപാത്രങ്ങളുടെ രൂപങ്ങളുണ്ടാവും. എങ്ങനെയാണ് അവര് നേരത്തെ നിശ്ചയിക്കുന്നതാണോ അതോ നമ്മൾ അത് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണോ? കളർ കോമ്പിനേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നാറില്ലേ? അതിന് എത്ര മണിക്കൂറുകൾ ഇതിൽ എടുക്കാറുണ്ട് സാർ? അത് കുറേയൊക്കെ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല, കോസ്റ്റ്യൂം ഡിസൈനർമാരുണ്ട്, അവർ കുറേയൊക്കെ സജസ്റ്റ് ചെയ്യും. പിന്നെ ഓരോ പ്രാവശ്യം ഓരോ മാഷന്മാരും ഓരോ തീം വൈസായിട്ട് പാട്ട് എഴുതി ഉണ്ടാക്കി ചെയ്യുന്നത്. അപ്പോൾ അവരെ മുൻകൂട്ടി തീരുമാനിക്കും, ഇന്ന കോസ്റ്റ്യൂം ഇന്ന രീതിയിലുള്ള മേക്കപ്പ് വേണം ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. കോസ്റ്റ്യൂംസ് അവർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ചാണ് മുഖത്ത് ചമയം ഇടുക. അതെ 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 അതിന്റെ കളർ കോമ്പിനേഷനും അതെ അതെ ഷെയ്ഡുകളൊക്കെ അതെ, എല്ലാ ഷെയ്ഡുകളും കറക്റ്റ് ആവുള്ളൂ കോസ്റ്റ്യൂം നോക്കിയിട്ട്. അതെങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എന്നാലും അവർക്ക് മുഖത്തുള്ള രൂപം മാറ്റം വരും. എന്നാലും അതെല്ലാം കൂടി ഒരു ബാലൻസ് ആയി പോവുള്ളൂ. അതെല്ലാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയി നിൽക്കും. ഇനി എനിക്ക് തോന്നുന്നത് താമരശ്ശേരി ജില്ലാ കലോത്സവം ഇന്ന് ഇവിടെ സമാപനമാണ്. ഇനി അടുത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലേക്കായിരിക്കും ദീപോട്ടൻ. ഞാൻ ഇവിടുന്ന് പേരമ്പ്രയ്ക്ക് പോകുന്നു ഡയറക്റ്റ്. അപ്പൊ ഇനി കുറച്ചു കാലത്തേക്ക് ഉറക്കങ്ങളില്ലാത്ത ദിവസങ്ങളായിരിക്കും. അതെ അതെ, സ്റ്റേറ്റ് കഴിയുന്നവരെ. എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഇനി നമ്മൾ വീണ്ടും കാണും ജില്ലയിൽ സ്റ്റൈലിൽ അവതരിപ്പിക്കുന്ന രസകരമായ മുഹൂർത്തങ്ങൾ കാണാൻ നമ്മളിപ്പോഴും വേദിക്കരികിൽ വന്ന് നിൽക്കാറുണ്ട്. അപ്പം നാടോടി നൃത്തം എല്ലാം കഴിഞ്ഞു. സ്വസ്ഥമായിട്ട് പിന്നെ ഈ വേദിക്കരികിലായിട്ട് നമുക്കൊരു കുരുന്ന പ്രതിഭ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേര് പറയോ? പേര് ഏത് സ്കൂളിലാ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? നാടോടി നൃത്തമൊക്കെ കഴിഞ്ഞോ? എപ്പോഴായിരുന്നു? കുറച്ചേരായിട്ട്. എന്തെങ്കിലും കഴിച്ചോ? എത്ര പേര് പങ്കെടുത്തു? നിങ്ങളോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു ശരിക്കും? 14 പേര്. അപ്പൊ പുറമേ നിങ്ങൾ കാണുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മക്കളുടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ കുട്ടികളൊക്കെ എങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ? അത്ര ടൈറ്റ് ഒന്നും അല്ല, കുഴപ്പമില്ലാതെ നമുക്ക് പ്രതീക്ഷയുണ്ട്. റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിന്റെ സന്തോഷം കൂടി അമ്മയോടും അച്ഛനോടൊപ്പം ചേർന്ന് പങ്കിടുകയാണ്. എ ഗ്രേഡ് ആണ്. ഏതായാലും വളരെ സന്തോഷം പരിചയപ്പെട്ടതില്. ഓക്കെ, കാണാം നമുക്ക്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്നിവിന്റെ വിശേഷങ്ങളാണ്. സ്നിവിന് താമരശ്ശേരിയിലെ കോരങ്ങാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടി അച്ഛനോടൊപ്പം വന്നേക്കുന്നത് എന്താ വെച്ചാൽ ഒരു ലോറി വിളിച്ചു പോകാനാണ് സമ്മാനങ്ങളുമായിട്ട്. നമുക്ക് വിശേഷങ്ങൾ പങ്കിടാൻ സ്നിവിൻ തയ്യാറാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? കോരങ്ങാട് സ്കൂൾ 4. ഏതൊക്കെ ഐറ്റത്തിന് പങ്കെടുത്തു? എന്തൊക്കെ പരിപാടികൾക്ക് സമ്മാനം ഉണ്ടോന്ന് പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരോട്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കന്നഡ പദ്യം, അറബിക് പദ്യം, അറബിക് ഗാനം, അറബിക് ഗ്രൂപ്പ് സോങ്, പിന്നെ ദേശഭക്തി ഗാനം, സംഘഗാനം. അപ്പൊ എല്ലാത്തിനും എ ഗ്രേഡ് ആണ്. അപ്പം അന്ന റിസൾട്ടിനൊക്കെ
ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്. അപ്പം സ്റ്റിവിന് ആദ്യം മുതലേ എങ്ങനെയാണ് സ്റ്റിവിന്റെ ഈ ഒരു കലയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റിവിന് ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കാൻ പറ്റിയത്? അവന് മൂന്നാം വയസ്സായ മുതലേ അവൻ പാടുമായിരുന്നു. ഞാനും ചെറുതായിട്ടൊക്കെ പാടും. അപ്പം എൻ്റെ നെഞ്ചിലിട്ട് ഇങ്ങനെ താലോലിക്കായിരുന്നു. അങ്ങനെയാണല്ലോ പിള്ളേര്. അപ്പോൾ അങ്ങനെ അവനും അവൻ്റെ ഏട്ടന്മാരും പാടും. അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ താല്പര്യം വന്നപ്പോൾ അവൻ അറബിക് പഠിപ്പിക്കണമെന്ന് എനിക്കൊരു താല്പര്യം. അങ്ങനെ ആണ് അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ അറബിക് പഠിപ്പിക്കാൻ വേണ്ടി ചേർത്തത്. അപ്പോൾ അറബിയിൽ അവൻ കുറച്ചും കൂടി നല്ല ഒരു എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്ത് അറബിക്ക് നന്നായിട്ട് ടീച്ചേഴ്സിന് ഭയങ്കര താല്പര്യമായി. അവൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അറബി ഫസ്റ്റിൽ പോയത്തിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം ഫസ്റ്റായിരുന്നു സബ് ജില്ലയിൽ. ഇത്തവണ ചെറിയൊരു ഫാൾട്ട് പറ്റി ലാസ്റ്റിൽ ഇവിടെ ഒരു ലാൻഡിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് വിത്ത് എ ഗ്രേഡാണ്. ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ആണ് വിത്ത് എ ഗ്രേഡാണ്. ശാസ്ത്രീയ സംഗീതം എ ഗ്രേഡാണ് വിത്ത് സെക്കൻഡാണ്. പിന്നെ പങ്കെടുത്ത എല്ലാ ഐറ്റംസിനും എ ഗ്രേഡ് ഉണ്ട്. ഇനി റിസൾട്ട് വരാനുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? അമ്മയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനാണ്? എത്ര പേരുണ്ട്? 3 പേരാണ്. 3 പേരിൽ ഇളയത്. അപ്പൊ ബാക്കിയുള്ള മൂത്ത മക്കളെയും ഇതേപോലെ തന്നെ അവർ സബ് ജില്ലയിൽ പങ്കെടുക്കും. എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? ഒരാള് 10th-ലാണ്, ഒരാള് 7th-ലാണ്. 7th ആൾ ഇവിടെ ഉണ്ട്. അവൻ നാളെ സബ് ജില്ലയിൽ കൊടുവള്ളി സബ് ജില്ലയിൽ ശാസ്ത്രീയ സംഗീതം പങ്കെടുക്കാൻ പഠിക്കുന്നത് അല്ലേ? ശരി. അപ്പൊ ഇനി കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ സമ്മാനങ്ങള് വേദിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ല, ഇതിന് പിന്നില് ഇവര് മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ടഡ് ആണ്. സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും. അല്ല, അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ വിദ്യാഭ്യാസം കൂടി തന്നെ ഗുരുക്കന്മാരൊക്കെ തന്നെ എല്ലാവിധ സപ്പോർട്ടുണ്ട്. അപ്പം മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. കാരണം നമ്മളൊരു കലയിലെ ഒരു കുട്ടി ഒരു സമ്മാനം വാങ്ങുമ്പോൾ, ഒരു വിദ്യാർത്ഥി ഒരു സമ്മാനം വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ രക്ഷിതാക്കളാണ്. ഇദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം, മക്കളെ ഇങ്ങനെ സമ്മാനം വാങ്ങി മക്കളുടെ പ്രോത്സാഹനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറയുന്നത് ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു അഭിമാനം. 3 ദിവസം ലീവ് എടുത്ത് ഇതോടൊപ്പം ചേരുകയാണ് കുട്ടികളോടൊപ്പം. ജോലിക്കൊന്നും പോകാതെ മക്കളോടൊപ്പം ലീവ് എടുത്ത് സിയുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ലീവ് വാങ്ങിച്ചതാണ്. എന്തായാലും ജില്ലയിൽ തകർക്കണം നമുക്ക് അല്ലേ? തകർക്കൂലേ? എല്ലാത്തിനും സമ്മാനം വാങ്ങൂലേ? ഓക്കെ, രണ്ടൊരു പാട്ട്. ഏതമൃതം തോൽക്കുമി തേനിനെ നീ തന്നു പോയി ഓർമ്മകൾ തൻ പൊയ്കയിൽ മഞ്ഞു തുള്ളിയായി എന്നുയിരിൻ രാഗവും താളവുമായെന്നുമെൻ കണ്ണനെ ഞാൻ പോറ്റിടാം, പോലെ കാത്തിടാം. ഉന്നാരത്തേനെ നിന്നേതിഷ്ടം പോലും എന്നെ കൊണ്ടാവുമ്പോലെല്ലാം ഞാൻ ചെയ്യാം. വീഴല്ലേ തേനേ, വാടല്ലേ പൂവേ, സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. പൂജപ്പൂ നീ, പൂജിപ്പൂ ഞാൻ, പന്നീരും തേനും കണ്ണീരായി താനേ, പന്നീരും തേനും കണ്ണീരായി താനേ. അടിപൊളി, സന്തോഷം. അപ്പൊ നമ്മൾ വീണ്ടും കാണും ജില്ലയില്. ഓക്കെ, അറബിക്കില് ഫസ്റ്റ് വെക്കും, സെക്കൻഡ് വിനാണ്. ഏതിലാ? അറബിക്കില് പോയതിൽ ഫസ്റ്റ് വിനാണ് തവണ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടോ ഇല്ലല്ലോ? അവളുടെ പേരെന്താ? ഫാത്തിമ ഷെൻസ. ഫസ്റ്റും സെക്കൻഡും അല്ലേ? അറബിക്ക് പോയത്തിന് ഫസ്റ്റും സെക്കൻഡും. അപ്പൊ അറബിക്കിന്റെ പോയം ഒരു 4 വരി പാടിയ ചൊല്ലി.
مستفعل فاعل مستفعل فاعل مستفعل فاعل مستفعل فاعل الكون مزهلة والعيش ذا مددي لا تقربوا رفقا يا مرار عددي. ഓക്കെ, അടിപൊളിയുണ്ട്. പേരെന്ന് പറഞ്ഞേ? ഫാത്തിമ ഷെൻസ, ഏത് സ്കൂളിലാണ് പഠിക്കണേ? വെട്ടിയനോട്ടം. ഉപജില്ലാ കലോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വോളണ്ടിയേഴ്സിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളാണ്. നമ്മളോടൊപ്പം ഡിൽസി ആൻഡ് സുനജ ചേരുന്നുണ്ട്. 2-3 ദിവസങ്ങളായി നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ദൗത്യങ്ങൾ ആരംഭിച്ചിട്ട്? 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിയിൽ ഉണ്ട്. പിള്ളേരെ എല്ലാവരെയും ഒന്ന് ക്രമീകരിച്ച് നിർത്തുക, പിന്നെ ഭക്ഷണത്തിന്റെ ക്രമീകരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ഇതിൽ ജെൻസും കൂടെ വരുന്നുണ്ട്? ജെൻസും ഉണ്ട്, ലേഡീസും ഉണ്ട്, 2 പേരും ഉണ്ട്. രാവിലെ ഇവിടെ ഗേറ്റ് ഈ ഏത് സെക്ഷനിലാണ്? ഞങ്ങൾ ഈ വണ്ടേഴ്സ് ഞങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്, ഈ ഏരിയയിലെല്ലാം അങ്ങോട്ടും, പിന്നെ അതേപോലെ ഗ്രൗണ്ടിലേക്കും ഫുഡ്. ഉപജില്ലാ കലോത്സവത്തിൽ കുട്ടികളുടെ പ്രകടനങ്ങൾ കാണാൻ നമുക്ക് ആ സമയം കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിലും നിങ്ങൾ ആ തിരക്കുള്ള സമയങ്ങളിലായിരിക്കാം കുട്ടികളെ പെർഫോം ചെയ്തു പോകുന്ന അവരുടെ മുഖത്തുള്ള സന്തോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രക്ഷിതാക്കളെ വോളണ്ടിയേഴ്സ് സപ്പോർട്ടീവ് ആയിട്ടുള്ള രക്ഷിതാക്കളുടെ എന്തായിരുന്നു രക്ഷിതാക്കൾ പറഞ്ഞത്? രക്ഷിതാക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഫുഡിന്റെ കാര്യത്തിലാണേലും ഓരോ സൗകര്യത്തിനാണേലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവരുടെ സ്റ്റേജുകൾ ഏതാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പരിപാടികൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ചേർന്നത് ഡിൽസി സുനജയാണ്. വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികൾ ഈ സ്കൂളുകളിൽ, അതായത് മറ്റ് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളിലെ അവരുടെ സുരക്ഷയും അവർക്ക് ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് വോളണ്ടിയേഴ്സിന്റെ ദൗത്യം. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം MPTA-മാരാണ് വോളണ്ടിയേഴ്സിന്റെ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരോടൊപ്പം ജെൻസും ചേരുന്നുണ്ട്, PTA ജെൻസ് ആൻഡ് ലേഡീസ്, അതായത് അച്ഛനമ്മമാർ. MPTA-കാരാണ് ഇവർ. വോളണ്ടിയേഴ്സ് വളരെ കൃത്യമായിട്ട് ഇടപെടലുകളിൽ അവർക്ക് ഓരോ വേദികളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഡിൽസിയും സുനജയും നമ്മളോട് പറഞ്ഞത്. കണ്ണോത്ത് സ്കൂളിലെ കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നാടൻ പാട്ടിന്റെ, അതായത് നാടൻ ഗ്രൂപ്പ് സോങ് അല്ലേ? നാടൻ പാട്ട് ഈ കുട്ടികൾ പങ്കെടുത്തിട്ട് വന്നു. റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും കണ്ണോടത്തുള്ള സ്കൂൾ വിദ്യാർത്ഥിനികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പിന്നെ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. പേര് പറ. നിങ്ങൾ എത്ര പേരുണ്ട്? എത്ര പേര് പങ്കെടുത്തു? 7 പേര് പങ്കെടുത്തു. 7 പേരിൽ ആരെ കൂടെ ടീച്ചറാണോ വന്നത്? 7 പേര്. അപ്പൊ ടീച്ചറെ കൂടെ വിളിക്കാൻ മതി. ഇപ്പൊ പിന്നെ ഇപ്പം നിങ്ങൾ പാടുന്ന ആൾക്കാരാണോ? നിങ്ങൾ പാടിന്റെ സെക്ഷനാ? പാട്ട് പാടുന്ന സെക്ഷൻ മീൻസ് അങ്ങനെയല്ല, നാടൻ പാട്ട് ഗ്രൂപ്പായിട്ട് പാടൂലേ? അതിനകത്ത് ആ പാട്ട് നിങ്ങളെ വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് ഒന്ന് പാടാമോ? പാടാം. ടീച്ചറെ പേര് പറഞ്ഞു? കീർത്തന. ടീച്ചറാണോ പഠിപ്പിച്ചത്? ഇവര് കേട്ട് പഠിച്ചാണ്. ടീച്ചർ ഒന്ന് സപ്പോർട്ട് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? കുഴപ്പമില്ലായിരുന്നു. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ജില്ലയിലെ? ജില്ല കിട്ടുന്നത് ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ധൈര്യമില്ല, പറയാൻ പറ്റില്ല. നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അതെ അതെ. പാടുവോ രണ്ടുപേരും? ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ബാത്തമാ ബാത്തമാ തിമിയോ തിമി ബാത്തമാ 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 ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് 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 പൊട്ടി
പൊട്ടുകണ്ണി പൂങ്കുരുത്തി തിമിയോ തിമി ബാത്തമ്മ തീയാട് ഊട് കാഞ്ച് നീയക്ക് മുമ്പില് ബാത്തമ്മ കൊലുങ്ക് പോയൊക്കെ കൊടുത്ത ബത്തേ നീയങ്ക് മുമ്പില് ബാത്തമ്മ രണ്ടുക്ക് പോയൊക്കെ കൊടുത്ത ബത്തേ നീയങ്ക് മുമ്പില് ബാത്തമ്മ പൊട്ടുകണ്ണി പൂങ്കുരുത്തി തിമിയോ തിമി ബാത്തമ്മ തീയാട് ഊട് കാഞ്ച് നീയക്ക് മുമ്പില് ബാത്തമ്മ കൊലക്ക് പോയൊക്കെ കൊടുത്ത ബത്തേ നീയക്ക് മുമ്പില് ബാത്തമ്മ രണ്ടുക്ക് പോയൊക്കെ കൊടുത്ത ബത്തേ നീയങ്ക് മുമ്പില് ബാത്തമ്മ 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 തിമിയോ തിമി ബാത്തമ്മ 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 തിമിയോ തിമി ബാത്തമ്മ ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ് ഹിയ ഹിയ ഹോയ്. ഈ ഹിയ ഹിയ ഹോയിലാണ് നമ്മൾ പിടിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ജില്ലയിലേക്ക് പോകാൻ പറ്റും. അഥവാ ജില്ലയിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ഈ പാട്ട് തന്നെ പാടാനാണോ അതോ പുതിയ ഐറ്റം എടുക്കും? ഈ പാട്ട് തന്നെ. ഈ പാട്ട് തന്നെ. ഈ പാട്ടിൽ ആരും കൈവശം തന്നോ? അങ്ങനെയൊന്നുമില്ല. ഏതായാലും ഇഷ്ടമാണ്. ടീച്ചർ ഈ സപ്പോർട്ട് ചെയ്തതിനെ കൊണ്ടല്ലേ നിങ്ങൾക്ക് ഒരു ധൈര്യം ഉള്ളത് അല്ലേ? ടീച്ചർക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കണം. ശരി, കൊടുക്കണം. ഇനി വളരെ സന്തോഷം പരിചയപ്പെട്ടില്ല. നമ്മൾ വീണ്ടും കാണാം. ജില്ലയിൽ നമ്മൾ വീണ്ടും കാണും. ഓക്കെ. കട്ടിപ്പാറ പഞ്ചായത്തിലെ IUM UP സ്കൂൾ കന്നൂട്ടിപ്പാറ സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതേപോലെ തന്നെ അധ്യാപകരും നമ്മളോടൊപ്പം ചേരുന്നത്. ദേശഭക്തി ഗാനം കഴിഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഏതായാലും നല്ലൊരു സമയം തന്നെയാണ് ഇവരെ കണ്ടെത്തിയത്. മാഷെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരെ കുട്ടികളുടെ പെർഫോമൻസ്? കഴിഞ്ഞാണോ അതോ ഇനിയിപ്പോൾ തുടങ്ങാനുള്ളതാണോ? 2-3 പരിപാടികൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. കുറേ പരിപാടികൾ ഇന്നലെ കഴിഞ്ഞു. ദേശഭക്തി ഗാനം കഴിഞ്ഞു. വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിങ്ങൾ കണ്ടതിനെക്കാട്ടിലും മികച്ച പ്രകടനം. അതെ, തീർച്ചയായും മികച്ച പ്രകടനമാണ് ഇവിടെ അരങ്ങേറിയത്. റിഹേഴ്സലിനും മറ്റുള്ള കാര്യമൊക്കെ കൂടുതൽ ഇവരോടൊപ്പം സജീവമായിട്ട് ടീച്ചേഴ്സ് തന്നെയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. HM ജസീന ടീച്ചർ ഉണ്ട്, ലിൻഷ ടീച്ചർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ട്രിക്ക് എങ്ങനെയാണ്? നന്നായി പാടുന്ന കുട്ടികളിൽ മാത്രമാണോ അല്ലെങ്കിൽ നമ്മളൊരു ഏകദേശം ഇപ്പോൾ ഇത്തരം പരിപാടിയിലൊക്കെ തന്നെ 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതിൽ എല്ലാ കുട്ടികളിൽ നിന്ന് ഒരു പരിശീലനം ഒരു ദിവസം പരിശീലിപ്പിക്കും. കൃത്യം അതിൽ നിന്ന് ഏറ്റവും നല്ല ഏക സമിതിയെ തിരഞ്ഞെടുക്കുക ചെയ്യുക. എല്ലാവർക്കും അവസരം കൊടുക്കും. ഏകദേശം എനിക്ക് തോന്നുന്നത് എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടാവും? ഞങ്ങളിത് ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 3 ആഴ്ച പ്രാക്ടീസിന് ശേഷമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് സമ്മാനം റിസൾട്ട് വന്നോ? ഇല്ല, വെയിറ്റിംഗിലാണ്. അപ്പോൾ റിസൾട്ട് വന്ന ഇപ്രാവശ്യം അടിക്കും നമ്മൾ സമ്മാനം അല്ലേ? ജില്ലയിലേക്ക് പോകും അല്ലേ? ഉഷാറാക്കും. LP ജില്ലയിൽ അതൊരു പ്രയാസമാണ്. പേര് പറഞ്ഞേ. ഷാഹിന, ജസീന, തസ്ലീന, ദിൻഷ, ഫൈസ്, ഷിഹാബുദ്ദീൻ, യാസീൻ, ഷബീജ്. പിന്നെ കുട്ടികളുടെ പേര്? അജു, സിയ ഫാത്തിമ. എന്താണ് സിയ? ഫൈഹ ഫാത്തിമ. അതല്ലേ? അനാസ് മഷ്, ഹനിയ, പാർവണേന്ദു, മെഹറീൻ, ഫിൽസ ഫാത്തിമ, ആയിഷ മഹജബിൻ, മൻഹ ഫാത്തിമ. ഇനി നിങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു ദേശഭക്തി ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കും. പിടിച്ചോ. നല്ല സൗണ്ട് ഉറക്കാൻ പാടി. സൗണ്ടിൽ ഉറക്കാൻ പാടി. റെഡി 1 2 3 ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ഋഷി തുല്യമാണെന്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്, മതമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം. കവി കാളിദാസന്റെ നാട്, കവനങ്ങൾ പെയ്യുന്ന നാട്, മനശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം ഭാരതം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം സ്വന്തം മനസ്സിലോരുന്ന സന്ദേശമാർന്ന ഗീതം.
സ്വന്തം മനസ്സിലോരുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഈ കാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായി ഏറ്റുപാടണം സ്വന്തം മനസ്സിലോരുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം. സ്വന്തം മനസ്സിലോരുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും. ഇനി കോടഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നമ്മളോടൊപ്പം ചേരുന്നു. പിന്നെ ഇവിടുന്ന് തുടങ്ങാം. മെമ്പർ ഏത് വാർഡ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവിലെ 3-ാം വാർഡിലെ മെമ്പറാണ്. പേര് വനജ വിജയൻ. ഞാൻ നെല്ലിപ്പൊയിൽ 6-ാം വാർഡ് സൂസൻ വർഗീസ് മെമ്പർ. കോടഞ്ചേരി സൗത്ത് 10-ാം വാർഡിലെ മെമ്പർ ലിസി ചാക്കോസ്. കോടഞ്ചേരി നെരന്നപാറ 16-ാം വാർഡ് മെമ്പർ ചിന്ന അശോകൻ. ഞാൻ 7-ാം വാർഡ് കൂരോട്ടുപാറയിലെ മെമ്പർ. എൻ്റെ പേര് എലിയാമ്മ സെബാസ്റ്റ്യൻ കണ്ടത്തിൽ. നമ്മുടെ കോടഞ്ചേരിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് വന്നിരിക്കണമല്ലോ അല്ലേ? എന്നല്ല എൻ്റെ ഒരു സന്തോഷമുള്ളത്. പിന്നെ പ്രസിഡന്റ് രാവിലെ വന്നിട്ടുണ്ടാവുമായിരിക്കും. ഈ സമാപനത്തിന് വരും, ഇവിടെ ഉണ്ടെന്നുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞ. ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഉജ്ജ്വല കലോത്സവം നമ്മുടെ കോടഞ്ചേരി വെച്ച് നടക്കുമ്പോൾ? എന്ത് കാരണവശാലും നമുക്ക് സന്തോഷപ്രദമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എന്താണ് ഇനി എന്തൊക്കെയാണ്? ഞങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ഭരണസമിതിയുടെ ഒരു സമയത്ത് തന്നെ ഈ താമരശ്ശേരി സബ് ജില്ലയുടെ കലോത്സവം കോടഞ്ചേരിയിൽ വെച്ച് നടന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഭക്ഷണമൊക്കെ ഒരുക്കിയിരിക്കുന്നത്? എന്താ വിഭവസമൃദ്ധമായിട്ട് എന്ന് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഡേ സദ്യയാണ്. വെജിറ്റേറിയൻ നല്ല ഫുഡ്, അടിപൊളി. ഞങ്ങളൊക്കെ ഇതിന്റെ ഡിസിപ്ലിൻ കമ്മിറ്റിയിലും ഇതിന്റെ ഓരോ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഭാരവാഹികളായിട്ടുണ്ട്. അല്ല, നിർബന്ധമായിട്ട് വേണമല്ലോ, കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരില്ലേ അല്ലേ? പിന്നെ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് നിങ്ങളെ ആ പഴയ കുട്ടിക്കാലങ്ങളിലേക്കുള്ള ഓർമ്മകളിലേക്കായിട്ട് മാറി അല്ലേ? സുചേച്ചി, എനിക്ക് തോന്നുന്നത് സുചേച്ചി പാടണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ച് മൈക്ക് കണ്ടപ്പോൾ ഓടി വന്നല്ലേ? വന ചേച്ചി പാടൂലേ? എന്തായാലും പഴയ കുട്ടിക്കാലത്തെ കുറിച്ച് പറയ ചേച്ചി പാടും. അതെ, ഞങ്ങൾ ചേച്ചി പാടും. സപ്തസ്വരത്തിൻ സ്വരരാഗംഗയിൽ സൗവർണ താമരത്തേരിൽ സൽക്കലദേവതേ നിൻമണി വീണയിൽ സിന്ധു ഭൈരവിരാഗം വീട്ടുകില്ലേ സിന്ധു ഭൈരവി രാഗം. എന്തായാലും സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. നിങ്ങളെല്ലാവരും ഒന്നിച്ച് നമ്മളെ പ്രേക്ഷകർക്ക് എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നതാണ് പല പരിപാടികളിലും. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പല ഭാഗത്തും, താമരശ്ശേരി മാത്രമല്ല കോടഞ്ചേരി, അതേപോലെ തന്നെ പല ഭാഗത്ത് 7 പഞ്ചായത്ത് കയറുന്ന ഈ ഒരു ചാനലിൽ പല ഭാഗത്തുള്ള ആൾക്കാർക്ക് നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചല്ലോ, അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പം തമിഴ് പദ്യം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്, തമിഴ് പദ്യത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സ്നേഹ പിന്നെ എനിക്ക് തോന്നുന്നത് അമ്മയോടൊപ്പം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജിൽ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേരുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം? 3 പേരൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരുണ്ട്. അപ്പോൾ ഇതിലിപ്പം സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് അല്ലേ? അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 4 പേര് മാനുടരെ മഹത്താനവർ നിങ്ങൾ
போட்டு கேட்டு நான் உடுக்கை அடிக்கவில்லை. மானுடரே, மகத்தானவர் நீங்கள். மலர் தனது மரணத்திற்கு கூட மனமூட்டுகிறது. மனிதரே, உங்கள் மூச்சிலே பிணவாடே. நட்சத்திரைகளே, பறைக்க வேண்டிய கைகளால் நீங்கள் உங்கள் சவப்பெட்டிக்கு ആണി തിരട്ടുകരീകൾ. ഏത് സ്കൂളാ? വേളങ്കോട് സ്കൂൾ. വേളങ്കോട് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളൊക്കെ പങ്കെടുത്ത പരിപാടികളൊക്കെ കണ്ടോ? എത്ര പേര് എത്ര ഐറ്റത്തിനുണ്ടായിരുന്നു? നിങ്ങൾ സ്കൂളിൽ എത്ര ഐറ്റത്തിന് പങ്കെടുത്തിട്ടുണ്ട്? കുറെ ഐറ്റത്തിനുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഡാൻസിന് പങ്കെടുക്കാൻ? ഡാൻസിന് 10ാം ക്ലാസ് ഒക്കെ ആയിരുന്നു. അമ്മ പുറമേ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ കാണായിരുന്നു അല്ലേ? കാണുമായിരുന്നു. മകളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ത് തോന്നി? നന്നായി. അവൾ ആദ്യമായിട്ടല്ല, കുറെ വർഷമായിട്ട് ഇപ്പം മത്സരിക്കുന്നു. മറ്റ് വേദികളിലൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ പരിപാടികളിൽ പങ്കെടുക്കുന്ന കാണാൻ എൻ്റെ തൊട്ട അയൽവക്കം കൂടിയാണ്. പക്ഷെ ഇങ്ങനെയൊരു പിന്നെ പെർഫോമൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഡാൻസൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് ഞാൻ കണ്ടല്ലേ? ഒക്കെ ആയിട്ടാണ് കണ്ടത്. ഏതായാലും ഒരു ജില്ലയിൽ 2ാം സ്ഥാനത്ത് അല്ലേ? അതായത് ഉപജില്ലയിൽ 2ാം സ്ഥാനത്ത് എ ഗ്രേഡോട് കൂട്ടിയിട്ട് നിൽക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അല്ലേ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടാണ് HM നമ്മളോടൊപ്പം ചേരുന്നത്. സാറ് എങ്ങനെയായിരുന്നു കലോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? കലോത്സവം വേണ്ട രീതിയിലുള്ള എല്ലാ സ്വാഗത സംഘവും സബ് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചുള്ള ഭംഗിയായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് ഡിസിപ്ലിനായിരുന്നു. അപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാതിരി ഒരു സംഭവങ്ങൾ ഉണ്ടാവരുത് നമ്മുടെ കോടഞ്ചേരി ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിക്ക് എന്ന വ്യക്തമായ ധാരണയോടുകൂടി നല്ല ഒരു അച്ചടക്ക സമിതിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇന്നലെ വളരെ അച്ചടക്കത്തിൽ പോയിട്ടുണ്ട്. ഇതുവരെയും ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. ഇന്നും ഒരു നല്ല രീതിയിൽ പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും. ഈ സമാപനം സമ്മേളനമാവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഏത് സ്കൂളുകൾ കൊണ്ടുപോകുന്നുള്ളത് തീരുമാനങ്ങളാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് HMന് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? ഏത് സ്കൂളുകൾ കൊണ്ടുപോകുന്നുള്ള? ഇല്ല, അത് കൃത്യമായിട്ട് നമുക്ക് പറയാറായിട്ടില്ല. എല്ലാ റിസൾട്ടുകളിലും വന്നിട്ടില്ല. എല്ലാ വർഷവും UP സെക്ഷൻ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഹൈസ്കൂൾ സെക്ഷൻ ഈ വർഷം മത്സരമുണ്ട്. അതുകൊണ്ട് ഏതിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ നേരിട്ട് കണ്ടതിലും സംസാരിക്കാൻ പറ്റില്ല. താങ്ക് യു സാർ. ആണ്ടോണ സ്കൂളിലെ അധ്യാപകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉപജില്ലാ കലോത്സവത്തിനെ കുറിച്ച് അവർ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു എന്താ കേരള സാറിൻ്റെ പേര്? ഹാദി എന്നാ പേര്. ഷാനി. നഫ്ല. രാജേഷ്. മൂസക്കുട്ടിക്ക് പിന്നെ എന്താ പറയുക, മീഡിയകളിലൊക്കെ നിറഞ്ഞ ആകെ പ്രശ്നങ്ങളാക്കി നിങ്ങളെ ഈരോട് സ്കൂളിനെ കെട്ടി പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ശരി, എന്തായാലും ഉപജില്ലാ കലോത്സവം ഇപ്രാവശ്യം എങ്ങനെയാണ് ഇവരെ നടത്തിപ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇപ്രാവശ്യം നമ്മുടെ EOൻ്റെ അതുപോലെ പ്രോഗ്രാം കൺവീനറിൻ്റെ കണ്ടറിൽ വളരെ ഗംഭീരമായ സജ്ജീകരണം തന്നെയാണ്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അവിടെയൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ രീതിയിലും പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും തന്നെ അത് നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതുകൊണ്ട് വളരെ ഗംഭീരമായല്ല പക്ഷേ ആ രീതിയിലുള്ള നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും, സ്റ്റേജ് കാര്യങ്ങൾ, ഭക്ഷണം എല്ലാം, പിന്നെ പ്രോഗ്രാമിൻ്റെ ടൈം ഷെഡ്യൂള് എല്ലാം കൃത്യമാണ്. കോടഞ്ചേരി സ്കൂളായതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സൗകര്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ടും പിന്നെ വേദികൾ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഗ്രൗണ്ടുള്ളതുകൊണ്ടൊക്കെ അതെ തീർച്ചയായിട്ടും. പിന്നെ നല്ല വിശാലമായ സൗകര്യങ്ങൾ, ഒന്ന് ഗ്രൗണ്ട്, അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ളത്, പിന്നെ ക്ലാസ് റൂമിൽ പിന്നെ സ്റ്റേജ് ഒരുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയാനുള്ളത് അധ്യാപികമാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും അവർ പിന്നെ പോസിറ്റീവിൻ്റെ കൂടെ ഒരു നെഗറ്റീവും കൂടി ചേർക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെയാണോ? എങ്ങനെ നെഗറ്റീവിനെ കുറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവായിട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല അടിപൊളിയായിരുന്നു. പോസിറ്റീവാണ്. ഓക്കെ, പോസിറ്റീവായിരുന്നു. വിദ്യാർത്ഥികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ലേ? എല്ലാവിധ ഐറ്റത്തിനും പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തിൽ ഇപ്പോൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുള്ള റിസൾട്ടും കൂടി വരാനുണ്ട്. നിങ്ങളാണോ മുന്നിൽ നിൽക്കുന്നത്? ഞങ്ങളായിരുന്നു മുന്നിൽ. അണ്ടോണ ഇപ്രാവശ്യം എന്താ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷയുണ്ട്. ഇന്നലത്തെ ഞങ്ങൾ എന്താ പറയുക, ഒരു ഹോപ്പ്, നമുക്കൊരു നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾക്കും കൂടി ഒരു പ്രതീക്ഷ. അതെ, മലയോര മേഖലയിൽ നമ്മളിങ്ങനെ കലോത്സവം നടക്കുന്നതിന് നാടിന് ഉണർവാണ്. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിലുള്ള സ്കൂളുകൾക്കും മറ്റു ഉണർവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ കലോത്സവം. അത് നമ്മളിപ്പോൾ
സെൻറ് തോമസ് സെക്കൻഡറി സ്കൂള് കോടഞ്ചേരി വെച്ച് ഇപ്പോൾ 2ാം പ്രാവശ്യം നടത്തുന്നത്. ഇവിടെ നല്ല അറേഞ്ച്മെൻറ്റാണ്. സംഘാടകനും ഭക്ഷണമായാലും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി ആയാലും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി ഇത്തരം കലാപരിപാടികൾ എൻ്റെ അഭിപ്രായത്തിൽ വാർഷിക അല്ലാണ്ട് തന്നെ മിഡായിട്ട് തന്നെ നടത്തണമെന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമ്മൾ അധ്യാപകന്മാർക്കും ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയാൻ ഇത്തരം വേദികൾ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എനിക്ക് അതിലെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം പല സ്കൂളുകളിൽ നിന്നുള്ള പല കുട്ടികളെയും കാണുമ്പോൾ പല അധ്യാപകർ കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ ഒരുപാട് മനസ്സമാധാനങ്ങളും പിന്നെ നിങ്ങളുടെ ഒരു സ്ട്രെസ് ഭയങ്കര തന്നെയാണ്. രാവിലെ 9 മണിക്ക് ശേഷം കുട്ടികളെ വീട്ടിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നിങ്ങളുടെ അടുത്താണ് ഉണ്ടാകുന്നത്. അച്ഛനമ്മമാർക്ക് കുറേയൊക്കെ എന്ന് പറഞ്ഞ് അവരുടെ സ്ട്രെസ് ഒന്ന് മാറ്റി നിർത്താണ്. പ്രത്യേകിച്ച് മൂസക്കുട്ടി സാറിനെ പോലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ കാണാറുണ്ട്. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും ജില്ലയിൽ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഉപജില്ലാ കലോത്സവത്തിൽ മാത്രമല്ല മറ്റ് കലാ പരിപാടികളിലൊക്കെ സ്കൂൾ തല യുവജനോത്സവ കലാവേദികളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡേഴ്സ് ടീമാണ്. കാരണം അവർ എല്ലാ കാര്യങ്ങളും അവർ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും എന്താ പറയുക, ഇതിനോട് നമ്മുടെ കലോത്സവത്തിനോട് മാത്രമല്ല മറ്റ് മേഖലകളിലൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും അവർ ആ ഒരു സെക്ഷനിലേക്ക് ഇടുക. നമ്മളോടൊപ്പം ഫുഡ് കമ്മിറ്റികളെയും ലോ ആൻഡ് ഓർഡർ ടീമിനും നല്ലൊരു ഗ്രൂപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജുവേട്ടൻ ആൻഡ് നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. എങ്ങനെയായിരുന്നു നിങ്ങളെ ഈ കലോത്സവ വേദികളിലെ ലോ ആൻഡ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ നടന്നത്? കലോത്സവ വേദിയിൽ ഞങ്ങൾ ഇന്നും ഇന്നലെ ആയിട്ട് ഇവിടെ ഞങ്ങളൊരു 100-100ഓളം അതായത് ബിജുവേട്ടനാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ കൺവീനർ. ആ ബിജുവേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു 100-100ഓളം ആളുകൾ ഇവിടെ പൂർവാധികം ശക്തിയോടെ, അതായത് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നോക്കി കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ ട്രാഫിക്കിൻ്റെ കാര്യമാണെങ്കിലും ബാക്കി അച്ചടക്കത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ ചെയ്തു പോകുന്നു. ബിജുവേട്ട ഒരു കൺവീനർ എന്നുള്ള നിലയിൽ ശരിക്കും ബിജുവേട്ടൻ ആദ്യം ഇദ്ദേഹത്തിനെയാണ് ഒന്ന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ കോടഞ്ചേരിയിൽ വളരെ മികച്ച അല്ലെങ്കിൽ കോടഞ്ചേരിയുടെ പൾസറിയുന്ന ടീം ബെൽറ്റിനെ ആയിരിക്കും ബിജുവേട്ടൻ ആദ്യം തന്നെ കൂട്ടുപിടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോ ഒരു സംഘടന ആണോ അതോ പള്ളി ബേസ് ചെയ്തിട്ടാണോ സ്കൂൾ ബേസ് ചെയ്തിട്ടാണോ? ഇത് പള്ളിയും സ്കൂളും ഉണ്ട്. ഇതിനകത്ത് ഈ സംഘടന നമ്മൾ ജാഗ്രത സമിതി എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കിള്, SI, പ്രിൻസിപ്പാള്, അച്ഛനെ, മാനേജര്, ഓട്ടോറിക്ഷക്കാര് ഒരു 10 പേര്, ഒരു 10 കച്ചവടക്കാര്, അങ്ങനെ ഒരു കമ്മിറ്റി എല്ലാ കൊല്ലവും സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ടിലാണ് നമ്മളെ എൻ്റെ കൺവീനറാക്കി തിരഞ്ഞെടുക്കുന്നത്. ഞാനൊരു 10-30 വർഷം ഇവിടെ എൻ്റെ മക്കൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഇതിന് കൺവീനറാണ്. കാരണം ഉത്തരവാദിത്വം ഏൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കച്ചവടക്കാർ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഒരു കുറേ കച്ചവടക്കാരുണ്ട്. ഇത്രയും പേര് പിന്നെ വിപുലമായ ഒരു കമ്മിറ്റി കോടഞ്ചേരി വിളിച്ചു. ഇവിടെ വിഷയം ഉണ്ടാക്കാത്തത് കോടഞ്ചേരിയിൽ ഞങ്ങൾ അതേപോലെ ഇടപെടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്, പോലീസിന് പിള്ളേരെ പേടിക്കണം, ടീച്ചർമാർക്ക് പേടിക്കണം, ഞങ്ങളെ കാര്യം പേടിക്കണ്ട. ഞങ്ങളുടെ ലെവലിലേക്കാണ് ഇന്നലെയൊക്കെ കാര്യം. ഇന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ ഇവിടും അത്രയും സപ്പോർട്ട് ഞങ്ങൾ ജനങ്ങളുടെ നിന്നുണ്ട്. നമ്മുടെ സ്വന്തം കഴിവല്ല. ഇപ്പോൾ 100 പേര് ഇത് പരിഹരിച്ചോണമെന്നില്ല. ഈ കോടഞ്ചേരിയിൽ നിന്നുള്ള പിള്ളേരല്ല, വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് വരുന്ന പിള്ളേരാണ് ഇവിടെ വിഷയങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞങ്ങളിപ്പോൾ ഓടിച്ചിട്ട് വന്ന് അതിന് മാത്രം ഒരു സംവിധാനം വരുന്നുണ്ട്. അത് കോടഞ്ചേരിയിൽ ഞങ്ങളുടെ ഇത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് അടിയൊന്നും ഉണ്ടാകാണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഞങ്ങൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ 100% ഇത്രയും പേരുണ്ട്, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. നമുക്ക് കോടഞ്ചേരിക്ക് ഒരു പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എന്നാൽ ഫുഡിൻ്റെ ഉണ്ടല്ലേ, ഞങ്ങൾ അവിടെ ഇവിടെ ഒരു കാര്യം മാത്രമല്ല, അവിടെയും കൂടെ ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഫൈനാൻസ് കമ്മിറ്റി പിരിവിന് ഞങ്ങൾ പോകുന്നുണ്ട്. കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു വെച്ചേക്കുന്നതായി 3-4 ദിവസങ്ങൾ. ഞങ്ങൾ 100 പേരുണ്ട് എൻ്റെ കൂടെ. 100 പേരുണ്ട്. 100-ൽ 50 പെണ്ണുങ്ങളും ഉണ്ട്. പെണ്ണുങ്ങളൊക്കെ നമ്മളെക്കാൾ സജീവമാണ്. അവർ 2 പേരും അവിടെ ഉണ്ട് ചേട്ടാ, ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ നമ്മളെ വിജിലൻ്റ് ആക്കാൻ അവർ 100% അത് തീരുന്നിടം വരെ. ഇന്നലെയൊക്കെ ആ ബസ്സിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ അതിനൊക്കെ നമ്മൾ ആ കറയിലൊക്കെ ഇരുന്ന അത് ഞാനൊന്നും ഇതിനകത്ത് പറയണ്ട, അത്രയാണ് അതിനുവേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി എല്ലായിടത്തോടെ പോയിട്ടാണ് നമ്മളെ വിളിച്ചു പറയുന്നത്, പോകുന്നു. വളരെ കറക്റ്റായിട്ട് ഇത്രയും വർഷമായിട്ട് പോകുന്നു. ഇന്നും ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു. ഏറ്റവും വലിയ രസം എന്റെയും ബിജുവിന്റെയും പിള്ളേരൊന്നും ഇവിടെ പഠിക്കുന്നില്ല. ഞങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പോലും സംഗതി ഇവിടെ സ്കൂളിലോ ഗ്രൗണ്ടിലോ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഇല്ലാതൊരു ഞാൻ മിക്കവാറും കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ കോടഞ്ചേരി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളില്ലാത്തൊരു പ്രശ്നങ്ങളില്ല. പള്ളിക്ക് ജാഗ്രത സമയം സമിതിയുണ്ട്. ഞങ്ങൾ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും അല്ലാണ്ട് പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഞങ്ങൾ 20 പേരുണ്ട്. റോഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വൈകുന്നേരം വണ്ടി കയറ്റുന്നവരുണ്ട്. ഞങ്ങൾ നോക്കുന്ന ഒരാളാണ്. അതുകൂടെ ഞങ്ങൾ ഇതിനകത്ത് സ്കൂളിലേക്ക് പെടുത്തി. ഈ പള്ളിയുടെ സ്കൂളാണല്ലോ. ആ 20 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശക്തമായ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്.
അങ്ങനെ ഒരു വിപുലമായ കമ്മിറ്റിയാണ്. അതിന് എല്ലാവരുടെ സപ്പോർട്ടുണ്ട്, പോലീസിന്റെ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. ഇനി എന്ത് വിഷയം വന്നാലും അതാണ് നമ്മുടെ ധൈര്യം. ഏതായാലും ഇതിപ്പോ സമാപനമാകാനുള്ള കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇനിയൊരു പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, ഞങ്ങൾ അതേപോലെ ആൾക്കാർ പുറത്തുണ്ട്. അപ്പൊ നമ്മൾ കാണും ഇവിടെ ഉണ്ടാവും. ഒരു കലാമാമാങ്കം നമ്മുടെ താമരശ്ശേരി ഉപജില്ലയുടെ ഏതൊരു ഭാഗത്ത് ഏത് സ്കൂളിലായാലും നടക്കുന്ന സമയത്ത് അവിടെ താമരശ്ശേരിയിൽ ഒരു കലാകാരൻ എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ലിജേഷ് ഒരു തബലയിൽ മാന്ത്രികം തീർത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ലിജേഷിനെ ഇന്ന് യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടിയതെങ്കിലും എനിക്ക് തോന്നുന്നു മക്കളിലാരോ മകളുണ്ട്. മകള് തിരുവാതിരക്കളിക്ക് പാടുന്നുണ്ട്. എല്ലാ മകളെ മാത്രമല്ല എല്ലാ വേദികളും കയറി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കബലിസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടുകിട്ടിയപ്പോൾ ഉള്ള സന്തോഷം. എങ്ങനെ നമ്മളെ ഈ ഉപജില്ലാ കലോത്സവത്തിനെ കുറിച്ച് ഇന്നാണോ വന്നത്? ഞാൻ ഇന്ന് വന്നു. പൊതുവെ ഉള്ളൊരു കാഴ്ചപ്പാടിൽ പൊതുവേ വളരെ വളരെ നല്ല കുട്ടികൾ ഒന്നൊന്നിനും മെച്ചമായിട്ട് ഓരോ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല, ഒരു വേദിന്റെ മുന്നിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോയി ഇങ്ങനെ പരിപാടികൾ കണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയതാണ്. ഈ കാണുന്ന വേദികളിലെ നൃത്തങ്ങളും നൃത്തങ്ങളെയും കുച്ചിപ്പിടികളുടെയൊക്കെ എന്താ പ്രകടനം കണ്ടു സന്തോഷമുണ്ട്. ഏതായാലും തിരുവാതിര കഴിഞ്ഞു അവളുടെ ഇല്ല, അത് വരുന്നുള്ളൂ വൈകുന്നേരം. നമ്മളും ഇങ്ങനെ കാണാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പൊ ഇന്ന് ഫ്രീ ആയപ്പോ ഇങ്ങനെ വന്നു, അത് കണ്ടോണ്ടിരിക്കുകയാണ്. സാധാരണ അങ്ങനെ ഫ്രീ ടൈം കിട്ടില്ലല്ലോ, ഫുൾ ടൈം പരിപാടിയല്ലേ? പരിപാടികളൊക്കെ നന്നായി പോകുന്നു. ലിജേഷ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി ഒരു സാധാരണ ഒരു ആള് എന്നുള്ള രീതിയിൽ കലയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. പേരൊന്ന് പറഞ്ഞിട്ട്. പേര് അബ്ദുൽ സൗണ്ടാണ്. ഇവിടെ മൊത്തം അതായത് ശബ്ദവും വെളിച്ചവും നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഇവര് പണി പാടും. അതെ, ഓരോ വേദികളിലും നിങ്ങൾ എത്തിപ്പെടണം. ഇവിടെ എന്തൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ്. ഓരോ ആൾക്ക് ഒരാൾക്ക് 3 സ്റ്റേജ്, ഒരാൾക്ക് 2. മെയിൻ സ്റ്റേജിലൊക്കെ ഓരോ ഓപ്പറേറ്റർമാർ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു കാഴ്ചക്കാരൻ മാത്രമല്ല, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ ഓരോ പോയിന്റുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നെങ്കിൽ പ്രശ്നങ്ങളുടെ അത് മാത്രം മുഴച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ്. കാരണം ഒന്നാമത് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരങ്ങൾ, കുട്ടികളുടെ മത്സരങ്ങൾ മാത്രമല്ല, രക്ഷിതാക്കളുടെ മത്സരം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് സൗണ്ട് ആൻഡ് ലൈറ്റ്, അതേപോലെ തന്നെ ജഡ്ജസ്മാർ, ഇവർക്കാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ശബ്ദം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഒരു 2-3 ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു നല്ല രസമായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. 6 ദിവസമായി ഇവിടെ. 4-ാം ദിവസം 6 ദിവസമായി മൊത്തം ജോലി തുടങ്ങിയ തൊട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയതാ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് ലാസ്റ്റാണ്. എന്നിട്ട് വേണം വീട്ടിൽ പോയി കിടന്നു സമാധാനമായിട്ടില്ലേ? നേരം വഴുവും. പക്ഷെ എന്നാലും കുട്ടികളുടെ കലാപ്രകടനങ്ങളൊക്കെ കാണുമ്പോഴും കുട്ടികളുടെ പെർഫോമൻസിലൊക്കെ കാണുമ്പോൾ നമ്മളെ കുട്ടിക്കാലങ്ങൾ ഓർമ്മ വരും. ശരിക്കും ഓർമ്മ. പക്ഷെ ഞങ്ങൾ ടെൻഷനാണ് പരിപാടി കഴിയുന്നവരെ. ഒരു സൗണ്ട് ചീറ്റലോ ഒരു വിസിലിംഗ് ഒന്നും വരാതിരിക്കുക, എപ്പോഴും അലർട്ടായിരിക്കുന്നു. എന്തായാലും സന്തോഷം കണ്ടേല് നമ്മൾ കാണും. താങ്ക് യു സോ മച്ച്. ഏതായാലും ലൈറ്റ് ആൻഡ് സൗണ്ട്സിനെ പരിചയപ്പെടണം, കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വേളങ്കോട് HSSലെ വിദ്യാർത്ഥിനികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാരണം ഗോത്ര വിഭാഗം ഡാൻസിന്റെ ഒരു പുതിയ ഐറ്റം, ഗോത്ര വിഭാഗം ഐറ്റമാണ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, ഓരോരുത്തരെ പരിചയപ്പെടാം. പേര് പറയും. അയോണ ഷോണി 9. സ്റ്റേസി ബൈജു 9ാം ക്ലാസ്. ഇഷാന ലക്ഷ്മി 9. ധന്യശ്രീ 8. ഇസ 8ാം ക്ലാസ്. ആരതി 8ാം ക്ലാസ്. ജില്ല എലിസബത്ത് 8ാം ക്ലാസ്. മാളവിക 8ാം ക്ലാസ്. അനീന 8ാം ക്ലാസ്. എവിടെ പോയി? ഏഞ്ചൽ എത്ര ക്ലാസ്സിലാണ്? 8. ഏഞ്ചൽ ഇങ്ങനെ പറന്നു വരുന്ന കണ്ട് അല്ലേ? ശരി, ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഉപജില്ലാ കലോത്സവത്തിന് പങ്കെടുക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഗോത്ര വിഭാഗം ഡാൻസ് എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളായിട്ടുള്ളൂ മത്സര പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, പറയാം നിങ്ങളോട് അല്ലേ? അപ്പം ഇനി മത്സരം തുടങ്ങാൻ കുറഞ്ഞ സമയങ്ങൾ ബാക്കി നിൽക്കുന്നു. വൈകുന്നേരം ആണോ? ഏതാ വേദി? എത്രാം വേദിയിൽ? 3 വേദി. ആരൊക്കെ വന്നിട്ടുണ്ട്? ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ? ആരും പഠിപ്പിച്ചത്? നിങ്ങളെ പഠിപ്പിച്ചാരാ? നിങ്ങൾ എങ്ങനെ പഠിച്ചു? യൂട്യൂബ് നോക്കി? അടിപൊളി. യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ച എങ്ങനെ? റിഹേഴ്സൽ ടൈം ഒക്കെ എങ്ങനെ? അത് ക്ലാസ്സിലെ 7th പീരീഡ് 6th പീരീഡ് ഒക്കെ തരും. അപ്പൊ പഠിത്തം പ്രശ്നമാവുന്നില്ല. ഈ കുറഞ്ഞ സമയങ്ങളിലല്ലേ ഉള്ളൂ അല്ലേ? ഇനി അഥവാ ജില്ലയിൽ മത്സരിക്കാൻ കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മള് ടഫായി നല്ലോണം പ്രാക്ടീസ് ചെയ്യും. അവതരിപ്പിക്കാൻ വിചാരിച്ച പാട്ടുകളാണോ അല്ലെങ്കിൽ ഡാൻസ് ആണോ എടുക്കുക? ജില്ലയിലാണെങ്കിലും അല്ലേ? അപ്പൊ ടീച്ചർ ആരെങ്കിലും നമ്മളോടൊപ്പം ആരുള്ള?
ആ മിസ്സേ ഒന്ന് വരുമോ? മിസ്സിന്റെ പേര് പറയും. ജ്യോതി മിസ്. എവിടെയാ താമസിക്കുന്നത് ശരിക്കും? താമസം കോരങ്ങാട്. കോരങ്ങാട്. ജ്യോതി മിസ് ഇവര് കോൺഫിഡന്റ് ആണോ മിസ്സിനത്? അവര് കോൺഫിഡന്റ് ആണ്. അതെ അതെ. നിങ്ങള് റിഹേഴ്സൽ ടൈമിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പം അവര് തികച്ചും ടീച്ചർക്ക് ഒരു എന്താ പറയാ ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. നമ്മൾ മത്സരിച്ച് ജില്ലയിൽ പോട്ടെ അല്ലേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ജില്ലയിൽ മത്സരിക്കാൻ എനിക്കും കൂടി ആഗ്രഹമുണ്ട്. എന്നാലേ നമ്മൾ വീണ്ടും കാണുള്ളൂ അല്ലേ? വീണ്ടും മീറ്റ് ചെയ്യാം. നല്ലൊരു മത്സരം കാഴ്ചവെച്ചിട്ട് വേണം തിരിച്ചു വരാം. ഓക്കെ ബൈ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. വേളങ്കോട് HS കുട്ടികളാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഗോത്ര വിഭാഗം ഡാൻസിലായിരുന്നു. എന്തിനായാലും ജില്ലയിലേക്ക് നല്ല മത്സരങ്ങൾ, നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ. നമ്മളോടൊപ്പം പള്ളിപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പള്ളിപ്പുറം സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. താമരശ്ശേരിക്കാർക്ക് പള്ളിപ്പുറം സ്കൂളിനെ കുറിച്ച് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറയുന്നു, 100 വർഷം പിന്നിട്ട സ്കൂള്, പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഇവരെല്ലാവരും. അതേപോലെ തന്നെ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ഹരിഹരൻ സാറ് ആദ്യമായി പഠിച്ച സ്കൂളും കൂടിയാണ്. അദ്ദേഹമാണ് ആ സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥി എന്ന് കൂടി പറയാം. ഇന്ന് ഇവര് ഏതൊക്കെ പരിപാടിക്കാണ് പങ്കെടുത്തത്? പറഞ്ഞേ, ഏതൊക്കെ പരിപാടിക്കാ? സംഘഗാനം ഉണ്ടായിരുന്നു, ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു, പിന്നെ സിംഗിളായിട്ട് ഒരുപാട് ആൾക്കാർ ഐറ്റംസിലുണ്ടായിരുന്നു. പേരൊന്ന് പറയോ? പേര് ഞാൻ 2 സിംഗിൾ ഉണ്ടായിരുന്നു. ഒന്ന് മാപ്പിളപ്പാട്ടും ഒന്ന് ഇംഗ്ലീഷ് ഇയാളുടെ പേരെന്താ? നിഹാര, അദിനി, ഫാത്തിമ നിഷ, ഖദീജ, ഫാത്തിമ ഫൈസ, ഫാത്തിമ ഫിൽസ, ഐഷ നിബ, ഐഷ തൻഹ. അപ്പൊ ദേശഭക്തി ഗാനം പിന്നെ ഗ്രൂപ്പ് സോങ് അല്ല എന്താ അല്ലേ? കഴിഞ്ഞു. എ ഗ്രേഡും കിട്ടി. അടിപൊളി, എ ഗ്രേഡ് കിട്ടി. അപ്പൊ ഇനിയിപ്പോ എന്താ റിസൾട്ട് വരാനുള്ളത്? തുടങ്ങാൻ പോകുന്നുള്ളൂ. എവിടെ വെച്ചിട്ടാ തുടങ്ങുന്നത്? മോളിലോ? ശരി. ആരാ വന്ന കൂടെ? ആരാ വന്ന? ടീച്ചർമാര് വന്നിട്ടുണ്ടോ? ടീച്ചറെ പഠിപ്പിച്ചതൊക്കെ? സംഗീത ടീച്ചർ വരൂ. ഒരു കാര്യം കുട്ടികളോട് ചോദിച്ചപ്പോ സംഗീത ടീച്ചറാണ് ഇതൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. എങ്ങനെ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തു? നല്ല കുട്ടികളാണ്. സംഘഗാനം ഉണ്ട്. അപ്പൊ കുട്ടികളുടെ കഴിഞ്ഞ പെർഫോമൻസിൽ നന്നായി എ ഗ്രേഡ് കിട്ടി. ഇനിയിപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് സംഘഗാനം ഉണ്ട്. സംഘഗാനം കഴിഞ്ഞിപ്പോ അറബിഗാനം ഇപ്പൊ കഴിഞ്ഞു. എന്റെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ ഹെഡ് ടീച്ചറെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു, നമ്മളെ പള്ളിപ്പുറം സ്കൂളിനെ കുറിച്ച് ഹിസ്റ്ററി ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ടീച്ചറെ എനിക്ക് തോന്നുന്നത് ഒരു 2-3 വർഷമായോ ഇപ്പൊ ടീച്ചർ? കുട്ടികളുടെ പെർഫോമൻസ് ഉഷാറായി. ഏതായാലും ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തു. ഇനി അടുത്ത സമ്മാനം മേടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഓക്കെ. ഉപജില്ലാ കലോത്സവത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഐറ്റമാണ് എനിക്ക് തോന്നുന്നത് ഇരുള നൃത്തം. അതേപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം അണിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടോ? ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്? ഇത് പളിയ നൃത്തം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. നമുക്ക് പരിചയപ്പെടാം. ഇവര് കോസ്റ്റ്യൂം ഒക്കെ ധരിച്ചിട്ട് കുറെ സമയമായി ഇരിക്കുന്നു എന്ന് തോന്നുന്നു. മേക്കപ്പ് ഇല്ല, ഇതിന് മേക്കപ്പ് ഉണ്ട് ചെറുതായി. ശരി. ഇതിന്റെ ലീഡിങ് ആരാ ലീഡേഴ്സ്? ദേവിക. കോസ്റ്റ്യൂം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണോ അതോ? അപ്പം നിങ്ങളിത് തെരഞ്ഞെടുത്തതാണ്? മീൻസ് ഇന്ന ഡ്രസ്സ് വേണമെന്ന് ആര് പറഞ്ഞു? ടീച്ചർ. നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചതാ ഈ പളിയ നൃത്തം എന്ന് പറയുന്നത്? വീഡിയോ കണ്ട് സ്വന്തമായിട്ട് തന്നെ പഠിച്ചത്. യൂട്യൂബിൽ കണ്ട് സ്വന്തമായിട്ട്. പിന്നെ അത് നിങ്ങൾ കോൺഫിഡൻസ് ഏത് സ്കൂളാണ് പഠിക്കുന്നത്? നിങ്ങൾ ഇവിടെ തന്നെ സെന്റ് ജോസഫ്. സെന്റ് ജോസഫിലെ കുട്ടികളാണ്. അപ്പൊ സെന്റ് ജോസഫില് ഇങ്ങനെ ഒരു പുതിയ വിഭാഗം ഐറ്റം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരണം എന്ന് എങ്ങനെ തോന്നി? അത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് സബ്ജിലേക്കാണല്ലോ, അപ്പൊ അങ്ങനെ ചേർന്നതാ. ഞാനും മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ചിലപ്പോൾ ഈ വിഭാഗത്തിൽ, ഈ പളിയ വിഭാഗത്തിൽ മത്സരിക്കാൻ മറ്റ് സ്കൂളുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ കോമ്പറ്റീറ്റ് ചെയ്യാൻ മത്സര വിഭാഗത്തിൽ ആരും വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഇതൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ച? അങ്ങനെയാണോ? അങ്ങനെയല്ല, താല്പര്യം ഉണ്ടായിരുന്നു. എത്ര ദിവസം എടുത്തു നിങ്ങളെ പ്രാക്ടീസ്? ഒരു മാസം. ഇതൊക്കെ എപ്പോഴും കുറച്ച് അല്ലേ? ഇപ്പം നിങ്ങള് 10ാം ക്ലാസ്സിലാണോ? 9ൽ എല്ലാരും അല്ലേ? ഇവരെങ്ങനെ 8 മാത്രം പൊക്കിയെടുത്ത് കൊണ്ടുപോകും?
ആൾക്കാരും കൂടുന്നുണ്ടായിരുന്നില്ലേ ഈ പടിയ നൃത്തം എന്ന് പറഞ്ഞപ്പോ അപ്പൊ എട്ടീന്ന് ഇവര് സമ്മതിച്ചപ്പോ ഇവര് കൂടും. അല്ല, എത്ര പേര് വേണം? അങ്ങനെയുണ്ട്. 10 പേര് നിർബന്ധമാണ്. ഇന്നലെ സ്റ്റേജിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പുറത്തിറക്കി വിടുമോ? സ്റ്റേജിൽ കയറ്റൂല എന്ന് പറഞ്ഞിട്ട് 10 പേര്. പരിചയപ്പെടാം, പേര് പറഞ്ഞു. ഡോണ, ആൻലിയ, ആൻഡ്രിയ, ജിസ്മിയ, അമയ, ആൻമരിയ ശിശു, ജനീലിയ ജെറിഷ്, ദേവിക, അനുശ്രീ, ഷിയോണ ഗിരീഷ്, ബ്രിജിറ്റ് എം ജസ്റ്റിൻ, മിസ്. ഏത് മിസ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളത്? ജിറ്റോ ടീച്ചർ. ജിറ്റോ ടീച്ചർ ഇവിടെ ഉണ്ടോ? ജിറ്റോ ജിറ്റോ ടീച്ചർ ഇവിടെ ഉണ്ടോ? താഴോട്ട്. ഓക്കെ, പേരൻസ് ആരെങ്കിലും ഉണ്ടോ കൂടെ? അമ്മയോടെ നമസ്കാരം. അതാരാ? അമ്മയോ? നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഇനി മേക്കപ്പ് ഇടണം, മത്സരവേദികളിലേക്ക് കയറണം. ടെൻഷനിലാണ് കുറച്ച് ഈ ചാക്ക് കയറ് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഐറ്റമാണോ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ മേക്കപ്പ് ഈ ഡ്രസ്സ് വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങളില്ലേ, ഡ്രസ്സ് കോസ്റ്റ്യൂംസ്, ഇത് എവിടെ നിന്നാണ് മേടിച്ചേ? അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വിഭാഗത്തിന് അങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം അല്ലേ? ഇങ്ങനെ ഓരോ ഡ്രസ് ഐറ്റംസ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ടീച്ചേഴ്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കാം. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമായിരിക്കാം ഈ പളിയ നൃത്തം എന്ന് പറയുന്നത് അല്ലേ? ഏതായാലും വേദിയിൽ കാണാം നമുക്ക് എങ്ങനെയുണ്ട് നിങ്ങളെ പെർഫോമൻസ്, ഞങ്ങളൊന്ന് വിധിയെടുത്തട്ടെ അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ ശരിക്കും ഓരോ വിഭാഗങ്ങൾ തരംതിരിച്ച് അവർക്ക് ഏതൊക്കെ പരിപാടികൾ ഏതൊക്കെ സ്റ്റേജിൽ നടക്കുന്നു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അതിന് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസുമായിട്ടാണ് സാധാരണ ബന്ധപ്പെടാറുള്ളത്. ഏത് വേദികളിൽ ഏത് പരിപാടികൾ നടക്കുന്നുണ്ട്, ഏത് വേദികളിൽ ഏത് കാര്യങ്ങൾ, എവിടെ ഫുഡ് കമ്മിറ്റി ഏത് ഭാഗത്താണ് എന്നുള്ളതൊക്കെ വിവരങ്ങൾ കിട്ടുന്നതൊക്കെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ചുമതലകൾ. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് എപ്പോഴും സജ്ജമായിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യം പേര് പറയാം. സിനി അബ്ദുള്ള, GMHS രാരോത്ത്. അതെ, ഞാൻ സന്തോഷ് മാത്യു, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വൈത്തിരിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നതാണ്. ഷംസീർ, AKTM LPS മണൽവയൽ. സനത് ബാബു, KPSCയുടെ താമരശ്ശേരി സബ് ജില്ലാ പ്രസിഡന്റാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റി സെക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എന്താണ് ഇവിടുത്തെ ചാർജ് നിങ്ങൾക്ക് ഉണ്ടാവുക? ഇത് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സ് മാത്രമുള്ള ഒരു നിങ്ങളെ ഒരു വിഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി ഇങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ചെയ്യേണ്ടതെന്നുള്ളതുണ്ടല്ലോ, അതൊന്ന് വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത്, താമരശ്ശേരി ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവം ഏറ്റെടുത്തിരിക്കുന്നത് KPST ആണ്. ആ KPSTയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകരാണ് ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ കുറെ എന്താ പറയുക ബുക്കും പിന്നെ അതേപോലെ തന്നെ ടിക്കറ്റ് കുറെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് എന്താണ് അതിന്റെ സൂചകമായിട്ടുള്ളത്? ഇവിടുന്ന് ഓരോ പ്രോഗ്രാം നടക്കുന്ന ടിക്കറ്റ് പോവാണ് അല്ല, വേദിയിൽ നടന്ന പ്രോഗ്രാമിന്റെ റിസൾട്ടുകൾ ആദ്യം തന്നെ ഈ ഒരു സെഷനിലേക്ക് കൊണ്ടുതരും. അതിനനുസരിച്ച് നമ്മൾ എല്ലാ ഷീറ്റുകളും കൊണ്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്ത സെഷനിലേക്ക് കൈമാറും. അടുത്ത കാര്യങ്ങൾ നമ്മൾ വേദിയിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ ഇവിടെ സ്വീകരിച്ച ഈ ഒട്ടിച്ചു വെച്ച ഷീറ്റിൽ നമ്മൾ എൻട്രി ചെയ്യും, ടിക്ക് ചെയ്യും. അതിലെല്ലാ രേഖകളും ഉണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം അടുത്ത സെക്ഷനാണ്, അവിടെ റിസൾട്ട് ഡീകോഡിംഗ് ആണ്. അപ്പോൾ അവിടെ ചെസ് നമ്പർ കൊടുത്ത് അത് ഡീകോഡ് ചെയ്യും ഈ ഒരു അടുത്ത സെക്ഷനിൽ. അതിനുശേഷം അത് റിസൾട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത കമ്പ്യൂട്ടർ സെക്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യും. എൻട്രി ചെയ്തതിന് ശേഷം തൊട്ടടുത്ത സെക്ഷനിൽ അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യും. അതിനുശേഷമാണ് അത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിന് ഫൈനൽ പബ്ലിക്കേഷന് മുമ്പായിട്ട് ഒന്നുകൂടെ അതിൻ്റെ IT യുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ
അത് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് അതിനുശേഷം മാത്രമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സർട്ടിഫിക്കറ്റ് പ്രിന്റിങ്ങിന് വേണ്ടി പോകുന്നത്. ഇത്തരം പ്രോസസ്സാണ് ഇവിടെ നിലവിൽ നടക്കുന്നത്. അത് ഇവിടെ തന്നെയാണ്. ഏകദേശം ഇപ്പം നടന്നിട്ടുള്ള ഐറ്റങ്ങളുടെ എല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളുടെ എല്ലാം റിസൾട്ടും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കേൾക്കുമ്പോൾ വലിയൊരു തലവേദനയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പണിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഭാഗപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിങ്ങളെയാണ്. അത് ജോലിയെ ബാധിക്കുന്ന ഒരു കേസും കൂടിയാണ്. അതെ, തീർച്ചയായും അങ്ങനെയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിജിലന്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഇത്രയും ടെൻഷനുള്ള ഒരു പണിയായിട്ട് പോലും എല്ലാവരും വളരെ എൻജോയ് ആയിട്ടാണല്ലോ അത് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എനർജി പവർ ആയിരിക്കാം. അതെ, അത് ഞങ്ങളൊരു കൂട്ടായ്മയാണ്. നേരത്തെ പറഞ്ഞ ഞങ്ങളൊരു KPST എന്ന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ ചെയ്യാൻ. അത് രാത്രിയും പകലും ഒന്നും നോക്കാതെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കലോത്സവ പരിപാടികൾ മാത്രം വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ച് കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നതാണോ, അല്ലാതെ മറ്റു പരിപാടികളിൽ നിങ്ങൾ സന്നദ്ധ സഹകരണങ്ങളൊക്കെ? അല്ല, KPST എന്ന സംഘടന ഒരുപാട് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ രംഗത്തായാലും ഒക്കെ തന്നെ ഒരുപാട് പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ്. ഇപ്പോൾ നമ്മളെ പ്രളയം ഉണ്ടായ സമയത്തായാലും അതുപോലെ തന്നെ എന്തെങ്കിലും പാൻഡമിക് ഉണ്ടാകുന്ന സമയത്തായാലും എല്ലാം തന്നെ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് KPST എന്ന അധ്യാപക സംഘടന എന്നും മുന്നിൽ തന്നെയുണ്ട്. ഏതായാലും നിങ്ങളെ സപ്പോർട്ടിങ് വളരെ ഏറെ മറ്റ് അധ്യാപകർക്കൊക്കെ നിങ്ങളുടെ സപ്പോർട്ടിങ്ങും കോർഡിനേഷനും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്നതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ സമയങ്ങളിലേ ഉള്ളൂ അല്ലേ? ഇനി ആ ഒരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്ന സമയം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ശരിക്കും സമാപന ചടങ്ങ് കാണാൻ പറ്റില്ല. സമാധാന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ഞങ്ങൾ ഇവിടുന്ന് റിസൾട്ട് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ സമാധാന ചടങ്ങ് നടന്നത്. അപ്പോൾ അതിനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത്രയും സമയം ഞങ്ങളിവിടെ വിജിലന്റ് ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ട് ഇരിക്കണം. സന്തോഷം. എന്തായാലും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. വീണ്ടും അടുത്ത പരിപാടികളിൽ നമ്മൾ കാണുമ്പോൾ പരിചയപ്പെടാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു. ഉപജില്ലാ കലോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു വിഭാഗമാണ് ഇരുളനൃത്തം. ഇരുളനൃത്തം എനിക്ക് തോന്നുന്നത് പുതിയൊരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ സ്കൂൾ തല കലാമത്സരങ്ങളിൽ. ഇത് എന്നോടൊപ്പമുള്ളത് ഈ സ്കൂളിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾ +2 ആണോ? ഹൈസ്കൂളല്ലേ? 8-ലല്ലേ? ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. അപ്പം ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ മേക്കപ്പ് ചെയ്യുന്നത് ഒരു മിസ്സാണെന്ന് നമുക്ക് പരിചയപ്പെടാം. രാവിലെ മുതൽ ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? രാവിലെ മുതൽ എന്താ പേരെന്ന് പറയും? എൻ്റെ പേര് ജിൽഷി എന്നാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്? ഞാൻ ടീച്ചറുമാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റും. ഏത് സ്കൂളിലെ ടീച്ചറാണ്? ഞാൻ MES സ്കൂളിലായിരുന്നു. MS കൈതപ്പൊഴി സ്കൂളായിരുന്നു. റിസൈൻ ചെയ്തു. പിന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മിസ്സിനെ വിളിച്ചു. എൻ്റെ മോള് ഇവിടെ പഠിക്കുന്നുണ്ട്, 9th പഠിക്കുന്നുണ്ട്. അവൾ ഇന്നലെ ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് അറിഞ്ഞു, അങ്ങനെ വിളിച്ചതാണ്. പിന്നെ എൻ്റെ കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ആദ്യം. ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഡാൻസ് പരിപാടി കാണാൻ പോകാതോ? ഞാൻ ബ്രൈഡൽ ചെയ്യാറുണ്ട്. താമസിക്കുന്നൊക്കെ എവിടെയാണ്? കൈപ്പുറം. ശരി. അപ്പം ഇന്നിപ്പം എത്ര ഈ ഒരു വിഭാഗത്തിന് മാത്രമേ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ? അല്ല, ഞാനിപ്പോ 3 സെറ്റ് സ്കൂളിലെ ഐറ്റം സ്കൂളിൽ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ മാത്രം ഇവിടെ സ്കൂളിലെ. പിന്നെ എത്ര കുട്ടികളുണ്ട് നിങ്ങൾ? ഇപ്പൊ ഞാൻ 30 പേര് ചെയ്തു. ഈ ഇരുള വിഭാഗം നൃത്തമല്ലേ നിങ്ങളെ അല്ലേ? അതിന് എത്ര കുട്ടികളുണ്ട് പാർട്ടിസിപ്പേറ്റ്? അതിന് 10 പേരാണ്. 10 പേരാണ്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്നവർക്ക് ചേച്ചി. ടഫായിരുന്നോ നിങ്ങളെ? എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു? അത് കുഴപ്പമില്ലായിരുന്നു. എന്നാലും എത്ര മണിക്കൂർ വേണോ ശരിക്കും മേക്കപ്പ് ചെയ്യാൻ? മേക്കപ്പ് ചെയ്യാൻ ബ്രൈഡലൊക്കെ ആണെങ്കിൽ നമ്മൾ 3 hours ആണ് പറയാ. ഇത് പിന്നെ മാത്രമല്ല 30 പേരാണ്. 30 പേര് ചെയ്തു. നോക്കും. മേക്കപ്പ് ഒക്കെ നോക്കും. ഓരോരോ പെർഫോമൻസ് നോക്കുന്നതിൽ കൂടുതൽ മേക്കപ്പ് നോക്കും. പെട്ടെന്ന് കഴിയണല്ലോ. ഇത് സമയത്തിനനുസരിച്ച് കഴിയണല്ലോ. പ്രോഗ്രാം ആവുന്നതിനനുസരിച്ചുള്ള മേക്കപ്പ് ആണ്. അവരുടെ മുഖത്ത് വേറെ പ്രത്യേകമായിട്ട് ചായങ്ങൾ എന്തെങ്കിലും? അത് ഈ ഒരു ഡാൻസിനനുസരിച്ച് അവരുടെ ഡാൻസിന്റെ തീം അനുസരിച്ച് മേക്കപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് നിങ്ങളൊക്കെ പേര് പറഞ്ഞു. അയന, കീർത്തന, ആൻലിൻ, ആദിത്യ, എവിടെ പേര്? ഏഞ്ചൽ, അലന്റീന,
നീയ. അപ്പോൾ 10 പേരടങ്ങുന്ന ഒരു വലിയ സംഘമാണ്, ഒരു ഗുണ്ടകളാണ് നിങ്ങൾ. ശരി, ഏതായാലും സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടത്. താമരശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപനം ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ആ തിരക്കിലാണ് എയ്യോ. എന്നാലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എയ്യോ ഉണ്ട്, HM കൂടിയുണ്ട്. എന്തായാലും ഉപജില്ലാ കലോത്സവം മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ തന്നെ ഒരു തരം പ്രശ്നങ്ങളില്ല. സമാപനമായിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണെന്നറിയാം. നമ്മളോടൊപ്പം ചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് പൊതുവെ ഈ ഒരു 3-4 ദിവസത്തെ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നതെന്ന് കുറ്റവാക്കുന്നത്? താമരശ്ശേരി സബ് ജില്ലാ കലോത്സവം 4-5 തീയതികളിൽ, അതിന് മുമ്പായിട്ട് സ്റ്റേജ് ഇതര മത്സരങ്ങൾ 1-ാം തീയതി കൈതപ്പൊയിൽ GMUP സ്കൂളിൽ വെച്ച് നടന്നു കഴിഞ്ഞു. കുറ്റമറ്റ രീതിയിൽ അത് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ കുറേ അധികം മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. അതിലെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു. ഇതുവരെ യാതൊരു പരാതികളും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അപ്പം നന്നായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ നിഷ്പക്ഷമായിട്ട് വിധി നിർണയം നടത്തണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വിശ്വസിക്കുന്നു. കുട്ടികളും നല്ല ഭക്ഷണം 2 ദിവസവും 3 ദിവസവും 1-ാം തീയതി നടന്ന സ്റ്റേജ് ഇതര മത്സരത്തിലും ഇന്നലെയും ഇന്നും ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ആയിട്ട് ഈ ഏറ്റെടുത്ത സ്കൂളുകൾ വിതരണം ചെയ്തത്. ഇപ്പോൾ സെൻറ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടഞ്ചേരി, അതുപോലെ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടന്ന GMUP കൈതപ്പൊയിൽ, ഈ സ്കൂളുകളോടും അവിടുത്തെ നേതൃത്വത്തോടും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ എയ്യോ എന്ന നിലയിലുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഇതാണ് പറയാൻ വന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് ഞങ്ങൾ. നമ്മുടെ താമരശ്ശേരി സബ് ജില്ലയിൽപ്പെട്ട സെന്റ് ആന്റണീസ് UP സ്കൂൾ കണ്ണോത്ത് എല്ലാ രീതിയിലും പഠന മേഖലയിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലയിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സെന്റ് ആന്റണീസ് കണ്ണോത്ത്. അവിടുത്തെ മിടുമിടുക്കിയായ ഞങ്ങളുടെ ഫൈഹ മോള് അവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം സാഹിത്യക്കൂട്ട് മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രിമാരോടൊപ്പം എല്ലാം പങ്കെടുത്ത് അതിന് സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴാണ് വിവരം കിട്ടിയത്, സാഹിത്യത്തിലെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം ഞങ്ങളുടെ ഈ മോൾക്ക്, ഫൈഹ മോൾക്ക് കിട്ടി എന്നറിഞ്ഞതിലുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. യെസ്, സ്വന്തമായിട്ടുള്ള പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കവിത എഴുതുന്നു. നല്ല സാഹിത്യ വാസനയുള്ള കുട്ടികളെ അത് കാഴ്ചശക്തി കുറവാണെന്നുള്ള അതൊന്നും അവളെ ഇത്തരത്തിലുള്ള ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്ര മിടുക്കിയായിട്ട് മുന്നോട്ട് പോകുന്നതിലുള്ള ഞങ്ങളുടെ സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം, അയ്യോ വന്നപ്പോൾ HM ആകെ ടെൻഷനാണ്. HM എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഓടി നടക്കണം. ഇപ്പൊ മാത്രമല്ല ഈ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ കലോത്സവത്തിൽ ഈ സമയത്ത് അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു വാർത്തയാണ് കിട്ടിയത്. കാരണം ഞങ്ങളുടെ സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫൈക, കാരണം കണ്ണിന് കാഴ്ച പരിമിതിയുണ്ട്. അപ്പോൾ ആ മോള് പിന്നെ സ്വന്തമായിട്ട് സാഹിത്യ പുസ്തകം ഒരെണ്ണം പ്രകാശനം ചെയ്തു. 2ാമത്തേതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഉജ്ജ്വല ബാല്യ പുരസ്കാരം സാഹിത്യത്തിലെ കോഴിക്കോട് ജില്ലയിലെ 2024 വർഷത്തെ നമ്മുടെ ഫൈകയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്നെ BPC മെഹ്റൽ സാർ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അയ്യോ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞപ്പം ഞാനാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഞാനും കൂടി അയ്യോക്ക് ഇപ്പം സമയം ഇല്ലാത്ത സമയമാണ്. അപ്പോൾ അയ്യോന് മുന്നിൽ ഈ വിദ്യാർത്ഥിനിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ഇതെല്ലാം കാണട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ഒറ്റ മൂമെന്റിൽ കിട്ടിയ ഒരു വലിയ ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടിയത്. അത് നിങ്ങളോടൊപ്പം ചേരാൻ പറ്റിയതിൽ ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലയിൽ ചാനൽ 2 വലിയൊരു അഭിമാനം തോന്നുന്നു. വളരെ സന്തോഷം. അവളുടെ അടുത്ത കഥാപുസ്തകം വരുന്നുണ്ട്. കഥാസമാഹാരം രാവും മുല്ലയും എന്ന പേരിലാണ്. അതിന്റെ കവർ പ്രകാശനം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് നടന്ന സാഹിത്യക്കൂട്ടത്തിൽ വെച്ചുകൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആ ഒരു സന്തോഷമാണ്. ഞാൻ ഒട്ടും സമയം വഹിക്കുന്നില്ല, തിരക്കിലാണെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വിജയത്തിന് പിന്നിൽ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരുടെയും ഉണ്ട്. അതിലുപരി ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഉണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ഉപജില്ലയിലെ പിന്നെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പിന്നെ പൗളി മാഡം, അതുപോലെ BPC മെഹ്റൽ സാറ്, എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നേടാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഈ ഫൈകയുടെ ഉമ്മയുണ്ട് ഇവിടെ. അപ്പോൾ വൈകയുടെ ഉമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. കാരണം വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ ഈ ഒരു അവാർഡ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഉമ്മ സന്തുഷ്ടയാണെന്ന് സന്തോഷവതിയാണെന്നുള്ളത് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഇത്രയും ഇവിടെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരെയും ഈ സന്തോഷമുള്ള നിമിഷത്തിൽ കാണാൻ പറ്റി.
അവരെ കൂടെ തന്നെ ഇന്ന് ഈ വിവരം അറിഞ്ഞതിൽ തന്നെ സന്തോഷം. ഈ സന്തോഷത്തില് മോളുടെ ഉൾക്കാഴ്ചയെന്ന് ആ ഒരു സന്തോഷം അവള് അമ്മയാണല്ലോ കാഴ്ച എന്ന് പറയുന്നത്. അതെ അതെ, അവള് ബ്ലൈൻഡ് ആണെങ്കിലും ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം അവളെ പോസിറ്റീവ് എന്ത് കാര്യത്തിലും പഠനത്തിലായാലും മറ്റു പരിപാടിയിലായാലും ഒക്കെ അവൾ ഉഷാറായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോഴും അവളെ പോസിറ്റീവാണ് ഞങ്ങളെ വിജയം. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവള് ഇങ്ങനെയുള്ളൊരു ആളാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ ഒരു സന്തോഷത്തില് സാറും അതോടൊപ്പം തന്നെ സാറിന്റെ സഹപ്രവർത്തകരും ഉമ്മയും മകളും എയും നമ്മളോടൊപ്പം ചേർന്നത് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി താങ്ക്സ്. നമ്മൾ സമാപനം ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനിയുള്ള അവസരങ്ങളിൽ ഇനി ജില്ലയിലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയുള്ള അവസരങ്ങൾ എന്ത് പരിപാടികൾ വരുമ്പോഴും ചാനൽ 2ന്റെ എല്ലാ സാന്നിധ്യവും സഹകരണവും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് പറയുന്നു. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗൈഡ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുറേ ദിവസങ്ങളായിട്ടില്ലേ നിങ്ങളെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയും? നല്ല രസമാണ്. 8ാം ക്ലാസ്സിൽ വെച്ച് നടന്ന് നോക്കുമ്പം ഞാട്ടി പഠിക്കുമ്പോൾ ഇവിടെ കലോത്സവം ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പം ഇപ്പോഴും കുറച്ചും കൂടെ മികച്ച രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റി. ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരാണ്. ഇത് +2 ആണോ? ഞാൻ +1 ആണ്. അപ്പോൾ നിങ്ങൾ റേഞ്ചർ ആൻഡ് റോവേഴ്സ് അങ്ങനെയല്ലേ പറയാ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്? ആണോ? അപ്പോൾ നിങ്ങൾ പൊതുവെ എന്താ പറഞ്ഞ മാഷ് പഠിപ്പിച്ച സ്കൗട്ട് ഗൈഡ്സ് അല്ലേ? ശരി, ഇയാളും +1? എൻ്റെ +1 ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ എത്ര മണിക്ക് ഓരോരുത്തർക്കും അവർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രാവിലെ മുതൽ തുടങ്ങുന്ന ഡ്യൂട്ടി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡ്യൂട്ടി എടുക്കുകയാണോ അതോ രാവിലെ മുതൽ വൈകുന്നേരം? +2കാർക്കായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് +1കാർക്കാണ്. അപ്പോൾ 5 പേര് വെച്ചാണ്. 5 ബോയ്സ് 5 ഗേൾസ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇടുന്നത്. അപ്പോൾ രാവിലെ റോസ്മരിയ, നിവേദ്യ കെ. ഓക്കെ, നിവേദ്യ കെ ആൻഡ് റോസ്മരിയ നമ്മുടെ ചാനൽ 2ന്റെ ടെക്നിക്കൽ ഹെഡ് ടീമിന് വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിവേ നിങ്ങളെ ഈ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു ചായക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. MGM സ്കൂള് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വഞ്ചിപ്പാട്ട് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇപ്പോൾ വളരെ പ്ലീസിംഗ് ആയിട്ടൊക്കെയാണ് പോകുന്നത്. അവർക്ക് മനസ്സിൽ മുഴുവൻ പ്രതീക്ഷകളാണ് സമ്മാനം ലഭിക്കും എന്നുള്ളത്. 8ാം ക്ലാസ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ ഉണ്ട് അല്ലേ? 10 ഉണ്ട്. പേര് പറഞ്ഞു പറയൂടാ. പേര് പറഞ്ഞു. ആഷ്ലി ഗിരീഷ്, ശ്വേത. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണൻ. അത് ശരി. ഓക്കെ. ആഷ്ന തോമസ്, ഹൈഫ ഫാത്തിമ, ലൈക്കാനു, റിച്ചൽ സറോഷ്, വിസ്മയവി, ഹന്ന സാറ, അയന. വഞ്ചിപ്പാട്ട് ഇപ്പോൾ പാടണമെന്നില്ല, അവിടെ സ്റ്റേജിൽ പാടാനുള്ളതല്ലേ, ഞങ്ങൾ കാണും ചെയ്യാം. പക്ഷെ ഈ കൊട പിടിച്ചേക്കണം എന്താന്ന് എനിക്ക് മനസ്സിലായി. വഞ്ചിപ്പാട്ടിന്റെ പ്രോപ്പർട്ടി ആയിട്ട്. വഞ്ചിപ്പാട്ടിന്റെ പ്രോപ്പർട്ടി. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം, എവിടെ വഞ്ചി? നമ്മൾ തന്നെ നിൽക്കുമ്പോൾ ഒരു വഞ്ചി പോലാണ് നിൽക്കുക. ഈ വഞ്ചിപ്പാട്ടിന് നിങ്ങൾ എല്ലാവരും വിചാരിക്കണ്ടോ, ഞാനും ഇത്രയും കാലം വിചാരിച്ച വഞ്ചി എവിടെ പോയി എന്നുള്ള. ഈ വഞ്ചി പോലെ നിൽക്കുന്നതാണ് ഈ വഞ്ചിപ്പാട്ടിന്റെ ഒരു പ്രത്യേകതകൾ. ആരാ ഇത് പഠിപ്പിച്ചു തന്നെ? നിങ്ങൾ ആരൊക്കെയാണ്? ഞങ്ങളെ സാറ് രാജേഷ് സാർ വന്നിട്ടുണ്ട്. സാർ അവിടെയാണ് വേറെ പരിപാടിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. രാജേഷ് സാറാണ് ഇത് വേറെ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്? സ്കൂൾ പഠിപ്പിക്കണം. രാജേഷ് സാർ പിന്നെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ടീവ് ആയിരിക്കും. രക്ഷിതാക്കൾ ആരെയും വന്നിട്ടുണ്ട്? ഇതൊക്കെ രക്ഷിതാക്കളാ. നമസ്കാരം. പിന്നെ കോൺഫിഡന്റ് അല്ലേ നിങ്ങൾ? എത്ര പേരുണ്ടെന്ന് വല്ലതും കിട്ടുമോ നിങ്ങൾക്ക്? വഞ്ചിപ്പാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കിട്ടുമോ? 2 ടീമെന്നാണ് പറഞ്ഞത്. അറിയില്ല. ടീമിൽ നമുക്ക് 1ാം സമ്മാനം കിട്ടുമായിരിക്കും അല്ലേ? ജില്ലയിലേക്ക് പോവാ അല്ലേ? എന്താ അവിടെ ഒരു വൈക്ലഭ്യം ഉണ്ടോ? കിട്ടുമായിരിക്കും അല്ലേ? പ്രതീക്ഷയാണ്. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പോയി അടിച്ചു പൊളിച്ച് തകർക്ക്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും കാണും. ഓക്കെ. അപ്പം വഞ്ചിപ്പാട്ട് മനസ്സിലായില്ല. വഞ്ചിപ്പാട്ടിന്റെ പേരൻസ് നമ്മളോടൊപ്പം ഉണ്ട്. ഇത് ടീച്ചേഴ്സാണോ പേരൻസ് ആണോ? ആരാ പാരൻസ്? പാരൻസ് കുട്ടിയുടെ അമ്മയാണ്. ആഷ്ന തോമസ്. ഇവരുടെ ഗ്രൂപ്പ് പെർഫോമൻസുകൾ നിങ്ങൾ റിഹേഴ്സലൊക്കെ കണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു. സാറ് കോച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടീവ് ആണ് മക്കളൊക്കെ. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു? എല്ലാ ദിവസവും ക്ലാസ് മിസ് ആവാതെ റിഹേഴ്സൽ നടക്കുന്നു? അതെ, ക്ലാസ് മിസ്സാകാത്ത രീതിയിലായിരുന്നു പ്രാക്ടീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് 2 മാസമായിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു. 2-3 മാസമായി. അപ്പോൾ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് അങ്ങനെയുള്ള ടൈമിലൊക്കെ വിളിച്ചു കൊണ്ടുപോകണ്ടായിരുന്നു. പിന്നെ അവധി ദിവസങ്ങളിൽ ഹോളിഡേയ്സിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ടോ? 2 പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷയുണ്ട്. അപ്പം ജില്ലയിൽ മത്സരിക്കട്ടെ. മത്സരത്തിന് വേറൊരു കോമ്പറ്റീഷൻ എനിക്ക് തോന്നുന്നു മറ്റു സ്കൂൾ ഏതാണെന്നുള്ള മനസ്സിലായോ?
അറിയില്ല. കോരങ്ങാട് സ്കൂളാന്ന് തോന്നുന്നു, താമരശ്ശേരി കോരങ്ങാട് സ്കൂളാന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ കുട്ടികൾ നല്ലോണം പാടുന്നുണ്ട്. ഐഫ ഫാത്തിമ. ഐഫയാണ് കൂടുതലുള്ളത്. അപ്പം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളുടെ മത്സരമല്ല, രക്ഷിതാക്കളുടെ മത്സരമാണെന്ന് പറയാം. അതാണോ സത്യം? അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യും, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ സന്തോഷം. അപ്പം എന്തായാലും ഒരു വേദി പങ്കെടുത്തിട്ട് വരട്ടെ, നമുക്ക് കാണാം. കുട്ടികൾ മത്സരിക്കുന്നു, നമ്മൾ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ. കാരണം ഇവിടെ രക്ഷിതാക്കളുടെ മത്സരങ്ങളല്ല, കുട്ടികളുടെ മത്സരങ്ങളാണ്. ഉപജില്ലാ കലോത്സവം ഏകദേശം സമാപനം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ചേരുന്നത് കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഉപജില്ലാ കലോത്സവം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു ടീമിൻ്റെ മേൽനോട്ടത്തിൽ ഉള്ള ഒരു അവസാന സമയമായപ്പോഴത്തേക്ക് പിന്നെ ഉപജില്ലാ കലോത്സവം നമ്മുടെ നാട്ടിൽ തന്നെ കോടഞ്ചേരി തന്നെ വന്നു. അതിൻ്റെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ എല്ലാവരും. പിന്നെ നേരത്തെ ഞാൻ മെമ്പറെ കണ്ടായിരുന്നു. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം പറയുക? ഉപജില്ലാ കലോത്സവം നമ്മുടെ നാട്ടിൽ വന്നതും ഇന്ന് ഉള്ള പരിപാടികൾ എനിക്ക് തോന്നുന്നു സമാപന സമയത്തും പിന്നെ ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ്. പല ഐറ്റം, അതായത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റം നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആകെ ഒരു നോക്കിക്കാഴ്ചയിൽ സാറിൻ്റെ ഒരു അഭിപ്രായം? ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കോടഞ്ചേരിയിലേക്ക് ഈ ഭരണസമിതി കാലത്ത് തന്നെ മൂന്നാമത്തെ സബ് ജില്ലാ കലോത്സവമാണ്. 2 ഈ സ്കൂളിൽ തന്നെ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലും ഒരെണ്ണം വേളങ്കോട് വന്നു വന്നത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നാളെയുടെ പൗരന്മാരെ വാർത്തെടുക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സർഗ്ഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും അതിലൂടെ ആരോഗ്യകരമായ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അതിൽ നിന്ന് നേടുന്ന വിജയങ്ങൾ അവർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ലഹരിക്കെതിരെയുള്ള വിവിധങ്ങളായ പോരാട്ടങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രായോഗികവും ഉപകാരപ്രദമായ ഒരു ഇടപെടലാണ് ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നൽകുന്ന പങ്ക്. ചിട്ടയായ പരിശീലനം നൽകേണ്ടതിന് ആവശ്യകത അവരെ ഓർമ്മപ്പെടുത്തുന്നു. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. പൊതുവിടങ്ങളിൽ സംഘാടക മികവുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുവാനും അതിലൂടെ തന്നെ ആരോഗ്യകരമായ ഒരു മത്സരം കാഴ്ചവെക്കുവാനും അതിലൂടെ നിരവധി ആളുകൾക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നു എന്നത് ഒത്തിരി സന്തോഷമാണ്. ഇപ്പം ഈ ഒരു സമയത്ത് പഴയ കാലങ്ങളിലെ ഈ നൊസ്റ്റാൾജിയ, നമുക്ക് സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ കളിച്ചു വളർന്ന കലാപരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഞാൻ ആർട്സുകളിൽ പ്രവൃത്തി പരിചയമേളകളിലൊക്കെ പങ്കെടുക്കുകയും സബ് ജില്ലാ തലത്തിൽ സമ്മാനം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന വ്യക്തി രൂപപ്പെടുന്നതിൽ അത് വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നിലെ കഴിവുകളെ തിരിച്ചറിയാൻ മത്സരാത്മകമായ ഒരു രീതി ഉടലെടുത്തത് തീർച്ചയായും അതിലൂടെയാണ്. എന്നാൽ ഇന്ന് അതിനേക്കാളൊക്കെ എത്രയേറെ വളർന്നിട്ടുണ്ട്. മത്സരങ്ങളാണെങ്കിലും സംഘാടക മികവാണെങ്കിലും വളരെ രുചികരമായ ഭക്ഷണം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഏവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ടീമിനെ ഇത് സംഘടിപ്പിക്കുവാൻ കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പ്രദേശവാസികളുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ ഉണ്ട് എന്നത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിന്റെ രസം കൊല്ലുക പലപ്പോഴും അവസാനങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ്. അതിനെ നിയന്ത്രിക്കാൻ മുൻകരുതലായിട്ടുള്ള കൃത്യമായ വാളണ്ടിയർ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. എല്ലാ അധ്യാപകരും ബാക്കി വാളണ്ടിയർമാരും എല്ലാം കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും അനാരോഗ്യകരമായ ഇടപെടൽ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സന്തോഷപ്രദമായി ഇത് പര്യവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വൈസിന്റെ ഒരു അഭിപ്രായം എന്ന് പറയാം? ഇല്ല, എല്ലാ സ്കൂളിന്റെ ഒരു സബ് ജില്ലാ കലോത്സവ മേളയിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി വെക്കുകയും അച്ചടക്കത്തോടെ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷം തന്നെയാണ്. അപ്പം സന്തോഷം, ഞങ്ങളോടൊപ്പം ചേർന്നതിൽ വളരെ സന്തോഷം. ഈ നല്ല പരിപാടികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള നിങ്ങളുടെ നല്ല പരിശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുന്നു. ഇനി നമ്മൾ ഊട്ടുപുരയിലേക്ക് ഒന്ന് എത്തി നോക്കാം, അങ്ങനെ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഭക്ഷണം ആണല്ലോ, ഉച്ച സമയങ്ങളിൽ ഭക്ഷണം കുട്ടികൾക്ക് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുക, അവർക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം നൽകുക. മറ്റ് സ്കൂളുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ കലാകുരുന്നുകളെ, കലാപ്രതിഭകളെ അവർക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഫുഡ് കമ്മിറ്റിയുടെ ഒരു വലിയൊരു പങ്ക്. അപ്പോൾ നമുക്ക് ഫുഡ് കമ്മിറ്റി ആയിട്ടൊന്ന് സംസാരിക്കാം. അവർ എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് കാണാം. അവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. കലോത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയൊരു വിഭാഗം തന്നെയാണ് പിന്നെ ഫുഡ് കമ്മിറ്റി, ഭക്ഷണം. ഉച്ച സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക്, കുരുന്ന് കലാകാരന്മാർക്ക്, അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഫുഡ് കമ്മിറ്റി ദൗത്യം. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഫുഡ് മാനദണ്ഡങ്ങളുണ്ട്, ഫുഡ് പോയ്സണുകളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. കാരണം എന്താ വെച്ചാൽ അവർക്ക്
ശരിക്കും ഇതൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കൂടിയാണ്. കാരണം നല്ലൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ തന്നെ അതൊരു ചോദ്യം ചെയ്യപ്പെടൽ, ഒരു വലിയ ചോദ്യം ചെയ്യപ്പെടൽ തന്നെയാണ്. അപ്പോൾ അതൊരു വാർത്തയിൽ ഇടം നേടാതെ ഞങ്ങൾ മീഡിയാസ്, ചാനൽ 2-ൻ്റെ നമ്മുടെ എല്ലാ പ്രവർത്തകരും സജീവമായിട്ട് ഈ ഉത്സവം നടക്കുന്ന, ഈ മാമാങ്കം നടക്കുന്ന, കലാപരമായിട്ടുള്ള ഈ ആഘോഷം നടക്കുന്ന വേദികളിൽ ഉള്ള സമയത്തും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കമ്മിറ്റിയിൽ നമുക്ക് കുറേ സാർമാരുണ്ട്. നമുക്ക് ഓരോരുത്തർ പരിചയപ്പെടാം. ഫുഡ് നമുക്ക് എത്തിച്ച് നൽകിയതും നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നതും വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നതും ബാബുരാജേട്ടനാണ്. ബാബുരാജേട്ടൻ അടിവാരത്താണ്. ബാബുരാജേട്ടൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കി PTA നമ്മുടെ പ്രസിഡന്റും ഇവരെല്ലാവരും കൂടി ഉണ്ട്. ഇതിൻ്റെ കമ്മിറ്റി കൺവീനറായിട്ട് നമ്മുടെ സാറുണ്ട്. പേരൊന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. എൻ്റെ പേര് സിബി ജോൺ, കോടഞ്ചേരി സ്വദേശിയാണ്. ഇപ്പം ബാബുചേട്ടനാണ് നമ്മുടെ ഇവിടെ ഫുഡ് ഈ വർഷത്തെ കലാമേളയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ബാബുചേട്ടനായിട്ട് ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ അവസരമാണ് പ്രവർത്തിക്കാനായിട്ട്. ഞാൻ ആദ്യം PTA പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2022 കോടഞ്ചേരിയിൽ സബ് ജില്ലാ കലോത്സവം വന്നിരുന്നു. അന്നും ബാബുചേട്ടനെയാണ് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വിളിച്ചത്. ബാബുചേട്ടൻ വന്ന് സഹകരിച്ച് തന്നു, എല്ലാ കാര്യവും നന്നായി ചെയ്തു. എല്ലാ ആൾക്കാർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു ബാബുചേട്ടനെ പറ്റി. നല്ല ഭക്ഷണമാണ്, നല്ല പെരുമാറ്റം, നല്ല രീതി. അന്ന് അധികം പുള്ളിയെ സഹായികളൊന്നും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ, അതായത് ഒരു 4 ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയണം. ഇന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3-ാം തീയതി ആണെങ്കിൽ 3-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങി അന്ന് രാത്രി ഫുള്ളായിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാണ്ട്, പിന്നെ 4-ാം തീയതി അന്ന് പകല്, പിന്നെ 5-ാം തീയതി രാവിലെ തുടങ്ങി അന്ന് തുടർച്ചയായിട്ട് പരിപാടികൾ നടത്തി ഉച്ചയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ അവസാനിക്കുന്നത്. അത്രയും ദിവസത്തിനുള്ളിൽ ഒരുപോലെ കണ്ണടയ്ക്കാത്ത ഒരു മനുഷ്യനാണ്. നമ്മളൊരു കല്യാണപ്പുരയിലൊക്കെ ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 1000-2000 പേരുടെ പരിപാടിയാണെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ തുടങ്ങി നാളെ ഉച്ചയോട് കൂടി ആ പരിപാടി തീരും. ഇത് 2 ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു ഉറക്കളയ്ക്കോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ കടത്തി പറയുകയാണെങ്കിൽ ഒരു വെള്ളമടിക്കോ ഒരു ഉറക്കം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിഗരറ്റ് വലിക്കോ അങ്ങനത്തെ യാതൊരു പരിപാടി ഇല്ലാണ്ട് പുള്ളിയുടെ കൂടെയുള്ള സഹായികൾ കിടന്നുറങ്ങിയാൽ പോലും മൂപ്പര് ഉറങ്ങാത്ത ഒരു മനുഷ്യനാണ്. കാരണം ഞാനും അങ്ങേരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അത്രയും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ പരിപാടി വേളങ്കോട് സ്കൂളിലായിരുന്നു നടന്നത്. അന്നും ബാബുവേട്ടനാണ്. അന്ന് 4000-6000 പേർക്കെങ്ങാണ്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് എൻ്റെ അറിവ്. അത് നല്ല അഭിപ്രായമായിരുന്നു. ഈ വർഷം വീണ്ടും മൂപ്പർക്ക് ഒരു അവസരം കൊടുത്തു. ഇവിടെ ഇപ്പം ഇന്നലെ ഭക്ഷണം കഴിച്ചു പോയ ആളുകളും ഇന്ന് ഭക്ഷണം കഴിച്ചു പോയ ആളുകളും എല്ലാവരും ഭക്ഷണത്തെ പറ്റി യാതൊരു മോശമോ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ചെറിയ പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു. അതേപോലെ പായസത്തിന്റെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പുള്ളിയുടെ പായസം. ഇവിടെ കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അത്ര നല്ല പായസമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഞാനൊരു പായസപ്രിയനായതുകൊണ്ട് കൂടുതൽ പറയാണ്. ഇപ്പം തന്നെ ഒരു 4 ഗ്ലാസ് പായസം കുടിച്ചു കഴിഞ്ഞു. അപ്പം അതുപോലെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്യുന്ന ബാബുവേട്ടൻ. പുള്ളിയുടെ സഹായികളുണ്ട്. പിന്നെ ഞാനാണ് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത് LP സ്കൂളിൻ്റെ HM ആണ്. പിന്നെ LP സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ഉണ്ട് ആന്റൺ സാറ്. പിന്നെ നമ്മുടെ സഹായികളായിട്ട് PTA മെമ്പർമാരുണ്ട്. എൻ്റെ സുഹൃത്ത് ജ്യോതിസ് ഉണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിനും വേണ്ടി എൻ്റെ കൂടെ സഹകരിച്ചിരിക്കുന്ന ജ്യോതിസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ടീം വർക്കായിട്ട് ഇത് എൻ്റെ അല്ലെ ബാബുവേട്ടൻ്റെയോ ഒരു പേഴ്സണലായിട്ടുള്ളതല്ല, ഒരു ടീം വർക്കായിട്ട് എല്ലാവരുടെയും കൂടെ സഹകരണത്തോട് കൂടിയിട്ട് ഈ പരിപാടി വമ്പം വിജയമാക്കാൻ എല്ലാവരും സഹകരിച്ചു. എല്ലാവർക്കും അതിനുള്ള അഭിനന്ദനങ്ങളും സെന്റ് ജോസഫ് LP സ്കൂളിന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ബഹുമാനവും നേടുകയും ചെയ്യുന്നു. ഇതോടുകൂടി HM ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സന്തുഷ്ടനാണ്. കാരണം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളെ കാണുന്നു. പിന്നെ ഇത്രയും ഒരു വലിയ ടീം നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ സാറിന് അവിടെ നിന്ന് കൊടുത്താൽ മാത്രം മതി അല്ലേ? നമ്മുടെ ടീം ഇതൊന്നും അല്ല. ടീമിനെ കാണണമെങ്കിൽ നമ്മുടെ ഭക്ഷണപ്പുരയിലേക്ക് പോകണം. PTA എല്ലാവരും ഏകദേശം ഒരു 120-നടുത്ത ആളുകൾ 3-4 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. നമ്മൾ പണ്ടത്തെ പോലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം മേള നടത്താൻ വേണ്ടിയിട്ട്. ഇന്നലെയും ഇന്നുമായി ഏകദേശം ഒരു 6000-നടുത്ത് പേർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടി ഭക്ഷണം വിളമ്പാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം വിളമ്പി അത് കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഏറ്റവും അവസാനത്തെ ടീം വരുന്നത് രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഇന്നലെ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് ആളുകൾ പിരിയുന്നത്. ഇപ്പോൾ കോടഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ അടുത്തടുത്ത് വരുന്നൊരു സംഭവമാണ്. കാരണം മറ്റ് സബ് ജില്ലകൾ പോലെയല്ല. നമ്മുടെ താമരശ്ശേരി സബ് ജില്ലയെ സംബന്ധിച്ച്
സ്കൂളുകൾ കുറവാണ്, സൗകര്യമുള്ള സ്കൂളുകൾ കുറവായതുകൊണ്ട് നമ്മുടെ കലാമേള ഏറ്റെടുക്കുന്ന ഒരു ഊഴം വളരെ അടുത്തടുത്ത് വരും. 2022 അല്ലേ ഇവിടെ മേള നടന്നെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2025 വീണ്ടും വന്നിരിക്കുകയാണ്. കോടഞ്ചേരിക്കാരെ സംബന്ധിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ വിരുന്നുകാരെ ഒരു കാരണവശാലും മോശമാക്കുന്ന ഒരു ചരിത്രമില്ല. അവിടെ ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് പലരും നേരിട്ടും ഫോണിലൊക്കെ വിളിച്ച് ഭക്ഷണത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. PTA ഏറ്റെടുത്തു, അതാണ് ഈ ഒരു പരിപാടിയുടെ വിജയം. ഏകദേശം ഒരു 120 ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് നമ്മൾ വിവിധ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അത് അവരെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ HM എന്ന നിലയിൽ വളരെ സന്തുഷ്ടനാണ്. വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് HM നമ്മളോടൊപ്പം പറഞ്ഞു. പിന്നെ ഒരു PTA എല്ലാ സാന്നിധ്യവും ഒരു വലിയ ടീമായിട്ട് ഒരു പട്ടാളപ്പടയായിട്ട് ഇവിടെ കൂടെ ഉണ്ട്. അത് PTA പ്രസിഡന്റും കൂടി നമുക്ക് പറയണമല്ലോ അല്ലേ? നിങ്ങളെ ഇപ്രാവശ്യത്തെ PTA അല്ലേ? പുള്ളിയാണ് PTA പ്രസിഡന്റ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇവരെയൊക്കെ പഴയ പോലെ വടിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചാണോ, അതോ എങ്ങനെയാണ് നിങ്ങൾ മാച്ച് എന്ന് പറയും? ജിബിൻ സാർ പറഞ്ഞതുപോലെ സാറ് മുമ്പിൽ നയിക്കുകയും ചെയ്തു. ഒപ്പം ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ഈ മേള ഏറ്റെടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, PTA-കാരുടെ എല്ലാവരും പറഞ്ഞു. എനിക്ക് തോന്നുന്നു മുൻ അധ്യാപകനായിരുന്നു ഞാൻ വേളങ്കോട് സ്കൂളിലെ വിദ്യാലയത്തിലെ പിന്നെ ഇതിന്റെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു മുമ്പ്. ഈ വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി. ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റാ. ആ വടി എടുത്തിട്ടുള്ള പ്രയോഗം. അപ്പോൾ കുറെ കാര്യങ്ങൾ ഇതിന് മുന്നിലുള്ള പ്രയത്നങ്ങൾ നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് 100% എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ മേള വളരെ ഇത്ര വിജയപ്രദമായി ചെയ്യാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ബൈജുവേട്ടന്റെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മളൊക്കെ എന്ത് കലാപരമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളാണ് പാചകത്തിനോട് വന്നത്. അപ്പോൾ പിന്നെ ഞാനിവിടെ ഡോയിറ്റിസ്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം സ്കൂളാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഫുഡും നല്ല സന്തോഷമായ കാലാവസ്ഥയും നല്ല പരിപാടികളും. ബാബുട്ട, അതിലുപരി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതാക്കാനുള്ളതെന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്ന് വരുന്ന പല മനസ്സിലുള്ള പല സ്വഭാവമുള്ള ആളുകളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതും ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകുന്നത്. ബാബുരാജേട്ടൻ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു മാജിക് എന്താണ്? ശരിക്കും ഒന്നുമല്ല, ഞാൻ പറഞ്ഞാല് മുമ്പ് കള്ള് ഷാപ്പിലെ പാചകക്കാരനായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കറിയിൽ വരുന്നത്. മനസ്സിലെ കളങ്കമില്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായത് കൊണ്ടാണ് ഷാപ്പിലെ പാചകം എന്ന് പറയുന്നത് വേറെയാണ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ആൾ പോലും, ഇപ്പൊ ഞാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചു, ഒരാൾ പോലും മറുത്ത ഭക്ഷണത്തിനെ കുറിച്ചോ ഏറ്റവും കൂടുതൽ സന്തോഷം അവർക്ക് ഭക്ഷണത്തിലുപരി നേരത്തെ ശ്രീചേട്ടൻ പറഞ്ഞ പോലെ പായസം, ഞങ്ങളും ആദ്യം പായസം ആണ് ടേസ്റ്റ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും ശരി, ഒരാൾക്ക് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ 10 ആൾക്കല്ല, ശ്രീചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ 1000 പേർക്കല്ല, എത്രയോ ജനങ്ങൾക്ക്, അവരുടെ പേരൻസിന്, കുട്ടികൾക്ക്, അവരോടൊപ്പം വന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഏതിനായാലും ഞങ്ങളെപ്പോലുള്ള, അതായത് പുറത്തുനിന്ന് വന്ന, കോടഞ്ചേരിയിൽ അല്ലാതെ പുറത്തുനിന്ന് വന്ന അതിഥികൾക്ക് നിങ്ങൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നൽകിയതിൽ വളരെ സന്തോഷം. അത് മനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കതയാണ്. ഇത്രയും നല്ല കൈപുണ്യം നിങ്ങളുടെ കൂട്ടായ്മയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. ഈ ചേച്ചിമാരൊക്കെ അഹോരാത്രം നിങ്ങളോടൊപ്പം പണിയെടുത്തിട്ടുണ്ടാവും. കാരണം അവർക്ക് നമ്മൾ ഒരു മീഡിയ വന്നിട്ട് ഈ കാര്യങ്ങൾ ബാബുവേട്ടൻ്റെ അടുത്തുനിന്നും മറ്റ് PTA പ്രസിഡന്റിൻ്റെ അടുത്തുനിന്നും അതേപോലെ തന്നെ HMൻ്റെ അടുത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മീഡിയയോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സന്തോഷം ഇരട്ടിയാവും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി എത്തിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഉച്ചഭക്ഷണത്തിൻ്റെ ഈ ഒരു ഭാഗം. ഏതായാലും നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. വേളങ്കോട് സ്കൂളിലെ +2 വിദ്യാർത്ഥി ആൻഡ് +1 വിദ്യാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ നാടൻ പാട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അതിന് മുമ്പേ ഒന്ന് പരിചയപ്പെടാം. വരെ പേര്? സ്റ്റീന. ആൽബിൻ സാബു. അൽഫോൻസ. സഞ്ജയ് പീറ്റർ. സാറ വർഗീസ്. അൽഫോൻസ്. ജിൽന. എത്ര പേര് മത്സരിക്കാനുണ്ടായിരുന്നു എന്നത് വല്ലതും അറിയാം നിങ്ങളെ കൂടെ? മത്സരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം എത്ര പേരുണ്ട്? 4-5 ടീം ഉണ്ട്. അൽഫോൻസാണല്ലേ പേര്? അൽഫോൻസ്. ചേച്ചി വന്നിട്ടുണ്ട്. പേരെന്താ ചേച്ചിയുടെ? അലോണ. ചേച്ചിയാണോ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ ഇത് പഠിച്ചെടുത്തേ നാടൻ പാട്ട് ഈ ഒരു ഇന്നിപ്പോ അവതരിപ്പിച്ച? ഞങ്ങള് യൂട്യൂബ് നോക്കി സ്വന്തം ആയിട്ട് ട്രെയിൻ ചെയ്ത്. സ്കൂള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടീച്ചർ നന്നായിട്ട് ടീച്ചർ വന്നിട്ടുണ്ടോ കൂടെ? ടീച്ചേഴ്സൊക്കെ എല്ലാവരും കുറച്ചുപേരെ ഞാൻ കണ്ടായിരുന്നു. ഇതിൽ +1 മാത്രം ഇപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ അറിയാണ്ട് ഇവരെ കൂടെ പോയി? പേര് പറഞ്ഞേ?
ജിൽന. നിങ്ങള് ഒന്നിച്ച് പാടാൻ ശ്രമിച്ചു നോക്കുമ്പോ ഇയാൾ കേറി വന്നതാണോ അതോ പിടിച്ചു കയറിയാണോ? അതെ അതെ. അയ്യോ, അൽഫോൺസിന്റെ കാര്യം പറഞ്ഞു, കഴിവുള്ളവർ പരിഗണിക്കണമല്ലോ. 4 വരി നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടൂലേ? വായിക്കാം. ആനന്ദോം ആനന്ദോം വൈരവനാകുന്നേ, ആദിയായി നടന്ന തൂമേ വൈരവനാകുന്നേ. ആനന്ദോം ആനന്ദോം ആദിയായി നടന്ന തൂമേ വൈരവനാകുന്നേ. യോഗിയായി നടന്ന തൂമേ വൈരവനാകുന്നേ. യോഗി ധരിച്ച തൂമേ വൈരവനാകുന്നേ. യോഗിയായി നടന്ന തൂമേ വൈരവനാകുന്നേ. യോഗി ധരിച്ച തൂമേ വൈരവനാകുന്നേ. ആനന്ദോ ആനന്ദോ വൈരവനാകുന്നേ, ആദിയായി നടന്ന തൂമേ വൈരവനാകുന്നേ. പിന്നെ ഇനി ജില്ലയിലേക്കുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അഥവാ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇത് തന്നെയാണോ പാടാനോ ഉദ്ദേശിക്കുന്നത് അതോ വേറെ പാട്ട് പഠിക്കും? ഇത് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല ടെമ്പോ ഉള്ള പാട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടവും മാത്രമല്ല എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരേ താളമുള്ള ഒരു പാട്ടുകൾ. അൽഫോൻസയുടെ ചേച്ചിയെ ഒന്നും കൂടി നമുക്ക് വിളിച്ചാലോ? ഞാൻ വരണോ? ഞാൻ തന്നെയാണോ? എന്റെ പേര് അലോന. അൽഫോൻസ വേദിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്, അൽഫോൻസ മാത്രമല്ല കൂടെ പഠിച്ച ആളുകൾക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് എന്ത് തോന്നി പുറത്ത് നിന്ന് കാണുമ്പോൾ? ആക്ച്വലി എനിക്ക് ഇവള് പെർഫോം ചെയ്യുന്നത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. നമ്മള് എന്താ പറയാ, കൊച്ചു ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം ഇവരുടെ കൂടെ ഉള്ളവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു പാടുന്ന കേൾക്കാനായിട്ടും. നല്ല രസമല്ലേ നാടൻ പാട്ട്? മാത്രമല്ല അവരുടെ കോസ്റ്റ്യൂംസ് വളരെ രസം. അതെ, കോസ്റ്റ്യൂം നമ്മള് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മള് എല്ലാ കോസ്റ്റ്യൂമും എല്ലാം ചെയ്ത പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് കോമ്പറ്റീഷൻ വല്ലാണ്ട് കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ. പിള്ളേരെല്ലാം ഒരേപോലെ മത്സരിച്ചാണ് നിൽക്കുന്നത്. എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കാം. ഇപ്പം കഴിഞ്ഞ പ്രകടനത്തില് ഇവര് ഇനിയിപ്പോ മുന്നോട്ട് 3-4 ടീമും കൂടി ഉണ്ട്. എന്ത് തോന്നുന്നു? ഇവര് തന്നെ കൊണ്ടുപോകുമോ അതോ? അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇനി വരുന്ന ടീം ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു സമയമാണിത്. നാടൻപാട്ട് എന്നൊക്കെ പറയുമ്പോൾ നല്ല കോമ്പറ്റീഷൻ. ഇന്നലെ രാത്രിയാണേലും ഓരോ പിള്ളേരൊക്കെ നല്ല രീതിയിലാണ് പഠിച്ചിറങ്ങുന്നത്. അല്ലെ തട്ടേ കയറുന്നതൊക്കെ അത്ര സെറ്റ് ആയിട്ടാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നല്ല കോമ്പറ്റീഷൻ ആണ്. ആര് ജയിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറയട്ടെ. ചേച്ചി പുറത്തു നിന്ന് ഈ കാഴ്ച കാണുന്ന സമയത്ത് അനിയത്തി അവിടുന്ന് പെർഫോം ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ വേദിയിലും പുറത്തു നിന്നിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടോ? ചേച്ചി അവിടെ ഒരു നല്ല സപ്പോർട്ടീവ് ആണ്. ഇനിയും ഇവര് എന്താ പറയാ, ജില്ലയിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റിയാൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. നാടൻ പാട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കെപ്പോഴും നാടൻ ഒരു ടെമ്പോ ട്യൂൺ ഈരടികളാണ് അവർക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടം. കാരണം കലാഭവൻ മണിയുടെ ആ ഒരു പാട്ടുകൾ എപ്പോഴും നാടൻ പാട്ട് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കലാഭവൻ മണിയുടെ പാട്ടുകളാണ്. പക്ഷെ നാടൻ പാട്ടുകളിൽ നിന്ന് തനി നാടൻ പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൊളോക്കിയൽ പ്രദേശങ്ങളിലുള്ള നാടൻ പാട്ടുകളായിട്ട് അവർ മത്സരവേദികളിലേക്ക് ഇത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ റൂട്ട് തന്നെ, അതിൻ്റെ ഗതി തന്നെ മാറി പറഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പം തുടർന്നും ഈ 3-ാം വേദി 3-ൽ മത്സരങ്ങൾ, ഈ നാടൻ പാട്ട് മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കും ജേതാവ്, ആരായിരിക്കും ജില്ലയിലേക്ക് പോവുക എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. താമരശ്ശേരി ഉപജില്ലാ കലോത്സവം സമാപനം ആയിക്കൊണ്ടിരിക്കുന്നു. വേദികളിൽ ഒരുപാട് സമ്മാനങ്ങൾ കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്തു. താമരശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ മറ്റ് 2 വേദികളിൽ കോടഞ്ചേരി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. അപ്പം നമുക്ക് 1-ാം സമ്മാനം ലഭിച്ച എ ഗ്രേഡ് നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി നമ്മോടൊപ്പം ഉണ്ട്. കുച്ചിപ്പുടി ഭരതനാട്യത്തിൽ നമുക്ക് പരിചയപ്പെടാം. പേരാദ്യം പറയും. ഏത് സ്കൂൾ? സെന്റ് ജോർജ് അനീഷത്തിന്റെ മോള്. ശരി. അധ്യാപകൻ, നൃത്തം പഠിപ്പിക്കുക. ഈ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇത്തിരി കുറുമ്പൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ സമ്മാനം തന്നപ്പോൾ നിങ്ങൾക്കൊരു ഗുരുദക്ഷിണ കിട്ടിയ പോലെയുള്ളൊരു സന്തോഷമായി. തീർച്ചയായിട്ടും നമുക്ക് ഓരോ കുട്ടികൾക്ക് സമ്മാനം കിട്ടുന്നത് ഏതൊരു അധ്യാപകനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
ഇപ്പൊ പല സബ് ജില്ലകളും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ എല്ലാ സബ് ജില്ലകളിലും കുറെ കുട്ടികൾക്ക് സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് നല്ല സന്തോഷമാണ്. ഇനി എന്തെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കും? കേരളം നടന്നും കൂടി ഉണ്ട്. അത് ഈ നമ്മുടെ ഈ ഗ്രൗണ്ടിലാണോ വേദി? വേദി രണ്ടില്. അപ്പൊ അതിന്റെ മേക്കപ്പ് ആണോ? അല്ല, ഇത് മോഹിനിയാട്ടം. മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോ മേക്കപ്പ് മാറ്റിയിട്ട് എത്ര മണിക്കാ സമയം പറഞ്ഞു? ഓൾറെഡി മാഷിനെയാണോ കേരള? എല്ലാം ഞാൻ തന്നെ പഠിക്കും. എല്ലാം പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ ശിഷ്യ ആയി മറ്റേ ഈ ഇദ്ദേഹം സ്റ്റേജിൽ പെർഫോമൻസ് നടത്തുന്ന സമയത്ത് ജഡ്ജസിന് അറിയാമോ ഇത് സാറിന്റെ സ്റ്റുഡന്റ് ആണ് എന്നുള്ളത്? അറിയാതിരിക്കാം ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നത് മാത്രമല്ല, ഈ താമരശ്ശേരി ഏരിയയിലുള്ള ഒട്ടുമിക്ക സ്റ്റുഡൻസും സാറിന്റെ തന്നെയാണെന്നുള്ളത് ഏകദേശം. പക്ഷെ ഈ നിങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികള്, സ്റ്റുഡൻസ് ഒരേ സമയത്ത് ഇപ്പം ഇദ്ദേഹം അല്ലാതെ വേറൊരു കുട്ടിയും കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജഡ്ജസിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അവര് ഇപ്പോൾ സാർ അവിടെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാണുന്നുണ്ടാവും. ഈ നിങ്ങൾ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന തൊട്ടടുത്തുള്ള ചെസ്റ്റ് നമ്പർ ഉള്ള വിദ്യാർത്ഥിയും സാറിന്റെ സ്റ്റുഡൻറ്റും ആയിരിക്കാം. അപ്പൊ ഈ ജഡ്ജസിന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും ഇതിന് മാർക്ക്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ചലനങ്ങളുടെ അല്ലെങ്കിൽ മുദ്രകളുടെ മാറ്റങ്ങളോ എന്തെങ്കിലും ഒരു പൊസിഷനിൽ, ചിലപ്പോൾ പാട്ടുകൾ വ്യത്യാസം ഉണ്ടാവും, കൊടുക്കാറുണ്ടോ? അതോ പാട്ടുകളിലെയും ചലനങ്ങൾ നോക്കിയിട്ടായിരിക്കുമോ ജഡ്ജസ് ഇടുക? എന്ത് പോയിന്റാണ് വിദ്യാർത്ഥികൾക്ക് സാറ് പറഞ്ഞു കൊടുക്കാറ്? എവിടെ എങ്ങനെ ജഡ്ജസിനെ നോക്കി പെർഫോം ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജഡ്ജസിന് കൂടുതൽ, അങ്ങനെയൊക്കെ ഒരു തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ഒരു ഇത് നോർമലി വന്നിരിക്കുന്ന ജഡ്ജസ് പല വേദികളിലും പല ജഡ്ജസാണ് വന്നിരിക്കുന്നത്. ചിലവർക്ക് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവും. പക്ഷെ വ്യക്തിബന്ധങ്ങൾക്ക് അവിടെ പ്രാധാന്യമില്ല. കുട്ടികളുടെ വേദിയിൽ എന്ത് കളിക്കുന്നോ ഏറ്റവും നന്നായിട്ട് അവരെ നമ്മൾ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഒരേ സെക്ഷനിൽ ഇപ്പം ഓൾറെഡി കുച്ചിപ്പുടി വേദി ഹയർ സെക്കൻഡറി ഇവിടെ കഴിഞ്ഞു. അത് 2 കുട്ടികൾ ഉണ്ടായിരുന്നു നമുക്ക്. ഒന്ന് കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മോളും വെളങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു മോളും. 2 എൻ്റെ പിള്ളേർ തന്നെയാണ്. 2 പേർക്കും 2 ഐറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 2 പേർക്കും 2 കഴിവല്ലേ. നമ്മൾ എത്ര നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ചില കുട്ടികൾ കൂടുതലാവും. പിന്നെ നല്ല ഹൈ ലെവൽ വരുന്നൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആകുമ്പോൾ ജഡ്ജസിനൊരു നോർമലി ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പം ഇനിയിപ്പോൾ ഒരു ഐറ്റം ഹയർ സെക്കൻഡറി മോഹിനിയാട്ടം നടക്കാനിരിക്കുകയാണ്. അതിൽ 2 കുട്ടികളേ ഉള്ളൂ. 2ഉം എൻ്റെ കുട്ടികളാണ്. ഈവൻ എനിക്കും അറിയില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. 2 പേർക്കും ജില്ലയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയും നമുക്ക് അങ്ങനെ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. മാത്രമല്ല വേറൊരു കാര്യം കൂടി, ഇദ്ദേഹം പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റൊരു അധ്യാപകന്റെ ശിഷ്യയും കൂടി അവിടെ പെർഫോം ചെയ്യുമ്പോൾ സാർ അത് കണ്ടിട്ട് എങ്ങനെയായിരിക്കും അത് വിലയിരുത്തുക? നോർമലി ഞാൻ എപ്പോഴും കുട്ടികളുടെ അടവ് ശുദ്ധിയാണ് ഒന്ന്, പിന്നെ അഭിനയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാ മത്സരവേദികളിലും പോയി കാണുന്നുണ്ട്. അപ്പൊ ഈ മത്സരവേദികളിൽ കാണുമ്പോൾ നമുക്കറിയാം മറ്റു അധ്യാപകർ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താ, കുട്ടികളുടെ സ്റ്റാൻഡേർഡ് എന്താ, അതൊരു ഇത് വെച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കളിച്ച ഒരു വിദ്യാർത്ഥി പിന്നെ നമുക്ക് പ്രൈസ് കിട്ടും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ പോലും അത് മാറി മറിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടോ? ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രതികരിക്കാറില്ല. കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഒന്നാമത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫൈനലാണത്. നമ്മളിപ്പോൾ സംഘാടക സമിതിയിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ടും കാര്യമില്ല. അവരത് ചില ആളുകളൊക്കെ ഒന്ന് ചിലപ്പം ചെറിയൊരു അങ്ങോട്ടൊന്ന് ഷഫിൾ ചെയ്തിരുത്തും എന്നൊക്കെ അല്ലാതെ പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് ആണെങ്കിൽ നല്ല റിസൾട്ട് വരും. അതും ഓരോ ഇനത്തിനും അതിൻ്റെതായ പ്രാഗൽഭ്യമുള്ള ആളുകൾ. ഇപ്പം ഭരതനാട്യം പഠിച്ച ഒരു കലാക്ഷേത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വേറെ അങ്ങനെ ഉണ്ടാവും. ഇപ്പം പിന്നെ ഒരുപാട് ആളുകളെല്ലാം പഠിക്കുന്നുണ്ട്, എല്ലാ ഇനങ്ങളും. ഇപ്പം കുച്ചിപ്പുടി സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ട്. അപ്പം എല്ലാത്തിനും ഓരോ ഇനത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമ്മൾ ലഭിക്കുന്നത്. ഇപ്പം അധികം സബ് ജില്ലകളിൽ ഇപ്പം സംഘാടകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ സബും ഒരേ ഡേറ്റിലാണ് വരുന്നത്. അപ്പം ഇവർക്ക് ജഡ്ജസിനെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇപ്പൊ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ ശരിക്കും അങ്ങനെ ചെയ്യാം അവർക്ക്. അത് ചില ഒരു കോഴ്സ് മെയിൻ ഇപ്പം ഭരതനാട്യം മാത്രം ചെയ്തവരെ ഭരതനാട്യത്തിനും, മോഹിനിയാട്ടത്തിന് അതിൻ്റെതായ ആളുകളെ മാത്രം, കുച്ചിപ്പുടിക്ക് അതിൻ്റെതായ അങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് നമുക്കൊരു നല്ല റിസൾട്ട് വരും. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലൊക്കെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. കോമൺ ആയിട്ട് കുറച്ച് ആളുകളെ വിളിക്കും, കുറച്ച് ആളുകൾ അവിടെ ഇരുത്തും, അങ്ങനെ മിക്സ് ചെയ്തിരുത്തുക. പക്ഷെ അങ്ങനെ അല്ലാതെ ഓരോ ഇനങ്ങളിലും എക്സ്പേർട്സ് ഇരിക്കുകയാണെങ്കിൽ
നമുക്ക് അതൊരു നല്ല റിസൾട്ട് വരാൻ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ അധ്യാപകർക്കും ഒക്കെ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും സാറിനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പല വേദികളും കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാനുള്ള സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി കേരള നടനും കൂടി വരാനുണ്ട്. അതിലൊരു സമ്മാനം കൂടി സാറിനൊന്നും മാത്രമല്ല പിന്നെ സ്കൂളിൽ നിന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ ജില്ലാതലത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ ആശംസകളും നേരുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഇനി നമ്മൾ അധ്യാപകരായിട്ടുള്ള കുറച്ച് പേര് നമ്മളോടൊപ്പം ഉണ്ട്. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവരൊക്കെ ഇല്ലാതെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഉപജില്ലാ കലോത്സവത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ പെർഫോമൻസുകളൊക്കെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്ന മകളും മുക്ക സബ് ജില്ലയില് കളിച്ച കുട്ടിയാണ്. പ്ലസ് 1 മുക്ക സബാണ്. കഴിഞ്ഞ വർഷം വരെ താമരശ്ശേരി സബ് ജില്ലയിൽ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഒരു എഫേർട്ട് തന്നെയാണ്. മെയ് മാസം തൊട്ട് തന്നെ ഇവർ ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയും അവരുടെ ഒരു പാഷനാണ് ഡാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു തീർച്ചയായും അവളുടെ സബ് ജില്ലയിലെ കുട്ടികളുടെ പ്രോഗ്രാം കാണാൻ വന്നതാണ്. ഞാനും കൊടുവള്ളി സബ് ജില്ലയിലെ ടീച്ചറാണ്. അപ്പൊ സ്കൂൾ വിട്ടതിന് ശേഷം ഇതിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായും എന്റെ സബ് ജില്ലയിൽ ഇന്ന് കൊടുവള്ളി സബ് ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക. രണ്ടും ഒരേ ഡേറ്റിനാണ് വന്നത്, താമരശ്ശേരിയും കൊടുവള്ളിയും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. നമ്മുടെ സബ് കൊടുവള്ളി ആണെങ്കിലും നമ്മുടെ കുട്ടികളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് താമരശ്ശേരിയിലാണ്. അതുകൊണ്ട് ഒന്നും മിസ് ചെയ്യാറില്ല. ടീച്ചറെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഇനി നമ്മൾ ഏകദേശം സമാപനമായി. നമ്മൾ സ്റ്റേജ് ഇതര പരിപാടികളെല്ലാം കണ്ടു. പിന്നെ നമ്മൾ സമ്മാനം നൽകിയിട്ടുള്ള ഇനി എനിക്ക് തോന്നുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട്. ആ മത്സരങ്ങൾ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമയങ്ങൾ പിന്നിടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. വേദികളിൽ നടക്കുന്ന ഈ സമ്മാനം നൽകുന്ന സ്കൂളുകൾക്ക് ഒരു സമ്മാനങ്ങൾ പങ്കിട്ടെടുക്കുകയാണ്. നമുക്ക് ആ വേദിയിലുള്ള ദൃശ്യങ്ങൾ കാണാം.